വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇതിനേക്കാൾ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ബഡേ ഭായ് സാബ് എന്ന ലെസണിലുള്ള ഒരു കുറച്ച് ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെസണിനെ കുറിച്ചിട്ടും അതേപോലെ റൈറ്ററിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആ ലെസണിന്റെ സമ്മറി പാർട്ട് കാ സാർ അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നേക്കാൾ മുന്നേ നിങ്ങൾ ഇതിന് തൊട്ട് മുന്നുള്ള ഈ ലെസന്റെ പാർട്ട് 1 ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ വാച്ച് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇനി ഫർദർ ഡിസ്കഷനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഛോട്ടാ ഭായ് ബഡേ ഭായ് സാബിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ആ 2-3 പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ബഡേ ഭായ് സാബ് എങ്ങനെയാണ്, ഭായ് സാബിന്റെ ചിന്ത എങ്ങനെയാണ്, അപ്പോൾ അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രോഡായ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇനി നമ്മൾ ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. मेरा जी पढ़ने में बिल्कुल न लगता था. 1 घंटा भी किताब लेकर पढ़ना पहाड़ था. मौका पाते ही हॉस्टल से निकलकर मैदान में आ जाता और कभी कंकरियां उछालता, कभी कागज की तितलियां उड़ाता और कहीं कोई साथी मिल गया तो पूछना ही क्या. कभी 4 दीवारी पर चढ़कर नीचे कूद रहे हैं, कभी फाटक पर सवार उसे आगे पीछे चलाते हुए मोटर कार का आनंद उठा रहे हैं. लेकिन कमरे में आते ही भाई साहब का वह रुद्र रूप देखकर प्राण सूख जाते. उनका पहला सवाल यह होता, कहाँ थे. हमेशा यही सवाल इसी ध्वनि में हमेशा पूछा जाता था और इसका जवाब मेरे पास केवल मौन था. न जाने मेरे मुंह से यह बात क्यों न निकलती कि जरा बाहर खेल रहा था. मेरा मौन कह देता था कि मुझे अपना अपराध स्वीकार है और भाई साहब के लिए उसके सिवा और कोई इलाज न था कि स्नेह और रोष से मिले हुए शब्दों में मेरा सत्कार करें. അപ്പോൾ ഈ പാരഗ്രാഫിലെ അനിയന്റെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. അപ്പം അനിയൻ തൊട്ട് മുന്നുള്ള പാരഗ്രാഫില് സ്വന്തം ഭായ് സാബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഭയങ്കര സ്റ്റുഡിയസ് ആണ്, എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവമായി ടൈം എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പം ഭായ് സാബ് ചെയ്യണ പല കാര്യങ്ങളും കണ്ട ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ എനിക്ക് കഴിയാറില്ല. ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ആ ഛോട്ടാ ഭായിനെ കുറിച്ചിട്ട് അയാൾ തന്നെ പറയാണ്, എനിക്ക് പഠിക്കാൻ തീരെ മനസ്സ് വരാറില്ല. ഞാന് 1 മണിക്കൂർ പോലും പഠിക്കാൻ ഇരിക്കാറില്ല. എപ്പോ ചാൻസ് കിട്ടുന്നോ അപ്പൊ ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. ചിലപ്പോ വെറുതെ ഈ ചെറിയ ചെറിയ കല്ലുകൾ തട്ടി അല്ലെങ്കിൽ അതിനെ പൊന്തിച്ച് നടക്കും. ചിലപ്പോ ഈ പേപ്പറിനോണ്ട് ഉണ്ടാക്കുന്ന ബട്ടർഫ്ലൈസ് അത് പറപ്പിക്കും. പിന്നെ ഫ്രണ്ട്സ് എങ്ങാനും കണ്ടു കഴിഞ്ഞാല് അവരുടെ കൂടെ ഈ എന്താ പറയാ മതിലിന്റെ ചെമിറിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുക, അതേപോലെ ഗേറ്റിന്റെ മുകളിൽ കേറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ട, ഈ മോട്ടോർ കാർ ഓടിക്കുന്ന പോലെ തന്നെ. പക്ഷെ എപ്പോഴാണോ ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് കയറുന്നത്, അപ്പോ ബഡേ ഭായ് സാബിന്റെ മുഖം കണ്ടതോടെ എല്ലാം തീരും. ശരിക്കും പറഞ്ഞ ഒരു നിർജീവമായ ഒരു ശരീരം പോലെ ആയിരിക്കും ഞാൻ വല്യാട്ടന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാല് എവിടെയായിരുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോ ഇതിന് സ്ഥിരമായി അനിയന് ഒരു മറുപടി ഉണ്ടായിരുന്നു, മൗനം. ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കും. എന്താ വെച്ചാല് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാല് അത് കേട്ട് അതിനുള്ള റിപ്ലൈ കേൾക്കണേക്കാൾ നല്ലത് എന്താണ്, മിണ്ടാതെ ഭായ് സാബ് പറയുന്നത് എന്തോ അത് കേട്ടുകൊണ്ടിരിക്കുക. ചില സമയത്ത് ഛോട്ടെ ഭായ്, അതായത് അനിയന് പറയാൻ പലതും മനസ്സിൽ വരും, പക്ഷെ അവൻ അത് മുൻകൂട്ടി കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കും. ഇതാണ് ഈ പാരഗ്രാഫിലുള്ള കണ്ടന്റ്. അത് നമുക്കൊന്ന് വായിക്കാം.
मेरा जी पढ़ने में बिल्कुल न लगता था. എനിക്ക് ഒരിക്കലും പഠിക്കാൻ തീരെ താല്പര്യമില്ല. പഠിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. एक घंटा भी किताब लेकर बैठना पहाड़ था. 1 മണിക്കൂർ എങ്ങാനും ഞാൻ ബുക്ക് എടുത്ത് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് മല മറിക്കണ പോലെയായിരുന്നു. मौका पाते ही हॉस्टल से निकलकर मैदान में आ जाता. എപ്പോ ഒരു ചാൻസ് കിട്ടുന്നു, എപ്പോ ആ ബിഗ് ബ്രദറിന്റെ കണ്ണിന്ന് മാറുന്നു, അപ്പോ നേരെ ഗ്രൗണ്ടിലേക്ക് എത്തും. പിന്നെ और कभी कंकरियां उछालता. ചില സമയത്ത് വെറുതെ നടക്കുമ്പോൾ ഈ ചെറിയ ചെറിയ സ്റ്റോൺസ്, അതിനാണ് ഈ കങ്കരിയാൻ പറയാ. കങ്കരിയ ഉछालता, അത് ബൗൺസ് ചെയ്ത് അതിനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും. കഭി കാഗജ് കി തിത്ലിയ, പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ബട്ടർഫ്ലൈസ്, അത് പറപ്പിക്കും. और कहीं कोई साथी मिल गया, എപ്പോഴെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ तो पूछना ही क्या, പിന്നെ എന്താ പറയേണ്ടത്. കഭി ചാർ ദിവാരി പർ ചढ़कर, ഈ എന്താ പറയാ ചെമിര് പോലത്തെ അല്ലേ, 4 walls on the sides, അതിന്റെ മുകളിൽ നിന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് ചാടുക. കഭി ഫാട്ടക് പർ സവാർ, എനിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഗേറ്റിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുക. അത് ഫ്രണ്ട്സും കൂടി നമ്മുടെ കൂടെ ഗേറ്റിന്റെ മുകളിൽ കയറി വെക്കുകയാണെങ്കിൽ അടിപൊളി. അത് നമ്മളിങ്ങനെ ആടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്. അതേ ഫീലിംഗ് തന്നെയാണ്, അതേ ഏജ്, അതേ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ഛോട്ടാ ഭായ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. കഭി ഫാട്ടക് പർ സവാർ ഉസേ ആകെ പീച്ചെ ചലാത്തെ ഹുവേ മോട്ടോർ കാർ കാ ആനന്ദ് ഉഠാ രഹേ ഹൈ. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വണ്ടിയിൽ കയറി ഇങ്ങനെ പോണ ഒരു ഫീലിംഗ് ആണ് ഈ ഗേറ്റിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ നമ്മൾ ഉന്തണത്. ലേക്കിൻ കമറേ മേ ആത്തെ ഹി, ഈ കളിയെല്ലാം പുറത്ത് കളിക്കും. പുറത്ത് കളിച്ച് നമ്മുടെ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തുമ്പോ തന്നെ ഭായ് സാബ് കാ വഹ് രുദ്ര രൂപ് ദേക്കർ, നമ്മളെ ബിഗ് ബ്രദറിന്റെ ആ ഒരു ദേഷ്യപ്പെട്ട ആ മുഖം കാണുമ്പോ തന്നെ, രുദ്രരൂപ്, ഒരു ദേഷ്യപ്പെട്ട ഒരു മുഖം കാണുമ്പോ തന്നെ നമ്മുടെ പ്രാണം ഉണങ്ങിപ്പോവും. അതായത് അവരെ കണ്ടാല് തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ ഇല്ലാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ദേക്കർ പ്രാൺ സൂഖ് ജാത്തെ. ഉൻക പെഹല സവാൽ യഹ് ഹോത്ത. എപ്പോ നോക്കിയാലും എപ്പോ ഈ ഒരു സന്ദർഭത്തില് കണ്ടാലും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നു? കഹാ ഥേ, എവിടെയായിരുന്നു? ഹമേഷ യഹി സവാൽ ഇസി ധ്വനി മേ ഹമേഷ പൂछा जाता था. അതായത് ഇത് സ്ഥിരം ഒരു പരിപാടിയായിരുന്നു. ഇതേപോലെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോ ഈ ഛോട്ടാ ഭായ് പുറത്തേക്ക് ഇറങ്ങും, കളിക്കും, കുറെ നേരം കളിച്ച് പുറത്ത് കളിച്ചിട്ട് ഉള്ളിലേക്ക് വരുമ്പോ ഈ ബഡാ ഭായ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു, എവിടെയായിരുന്നു ഇതുവരെ? അതിനുള്ള മറുപടി ആണ് ഇനി ഛോട്ടാ ഭായ് പറയാൻ പോകുന്നത്. और जवाब मेरे पास केवल मौन था. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് സൈലൻസ് ആയിരുന്നു. न जाने मेरे मुंह से ये बात क्यों न निकलती कि जरा बाहर खेल रहा था. എന്തുകൊണ്ടാവോ എനിക്ക് എന്റെ വായിന്ന് ആ ഒരു കാര്യം, അതായത് ഞാൻ ഇപ്പൊ കുറച്ചു നേരം പുറത്ത് കളിക്കായിരുന്നു, ഈ ഒരു കാര്യം എനിക്ക് ഒരിക്കലും എന്റെ വായിന്ന് പുറത്തേക്ക് വരുന്നില്ല. मेरा मौन कह देता था कि मुझे अपराध स्वीकार है. പക്ഷെ എന്റെ ഈ സൈലൻസ്, ഈ നിശബ്ദത, അത് തന്നെ ഒരു ഡിക്ലെയർ ചെയ്യും. അതായത് അത് തന്നെ പറയും, എന്ത്, ഓ എന്റെ ഞാൻ ചെയ്ത അപരാധം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. യെസ്. അപ്പൊ അത് ഒരു റുട്ടീൻ ഒരു പ്രൊസീജിയർ ആയിരുന്നു ഇവർ തമ്മില്. और भाई साहब के लिए उसके सिवा और कोई इलाज न था. അപ്പൊ ഛോട്ടാ ഭായ് ഭയങ്കര കണ്ണിങ് ആണ്. അവനറിയാം എന്തെങ്കിലും തിരിച്ചു പറഞ്ഞ അതിനുള്ള കുറെ എന്താ പറയാ കാര്യങ്ങൾ ഇങ്ങോട്ട് അവൻ കേൾക്കേണ്ടി വരും. കുറെ ഇങ്ങനെ ജ്ഞാനം ഭായ് സാബിന്റെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടി വരും, കുറെ അഡ്വൈസ് കേൾക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താ, മിണ്ടാതിരിക്കുക. ഓക്കെ. അപ്പൊ അവന് നന്നായി അറിയായിരുന്നു ഭായ് സാബിനെ ഡീൽ ചെയ്യണമെങ്കിൽ ഇതാണ് നല്ല ഒരു വഴി. ഇതല്ലാതെ വേറെ ഒരു മരുന്നും ഭായ് സാബിന്റെ അടുത്തേക്ക് ചെലവാവില്ല. उसके सिवा और कोई इलाज न था.
कि स्नेह और रोष से मिले हुए शब्दों में मेरा സത്കാർ കരേ. അപ്പൊ ഇതിനേക്കാൾ നല്ലത്, അതായത് എന്നെ ദേഷ്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത പറയണ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെ മിണ്ടാതിരിക്കാതെ വേറെ ഒരു വഴിയില്ല. അതാണ് ഈ ഒരു സെന്റൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. इसी तरह अंग्रेजी पढ़ोगे तो जिंदगी भर पढ़ते रहोगे और एक हर्फ न आएगा. അപ്പൊ ഇനി ഈ പാരഗ്രാഫില് നമ്മുടെ ഭായ് സാബിന്റെ ഗ്യാൻ അല്ലെങ്കിൽ ഭായ് സാബിന്റെ അഡ്വൈസ്, ഭായ് സാബിന്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ പാരഗ്രാഫില് വായിക്കാൻ കിട്ടുക. അപ്പോ നമ്മുടെ ഭായ് സാബ് ഈ സ്വന്തം അനിയന്റെ ഈ കെയർലെസ്നെസ് കണ്ടിട്ട് ദേഷ്യത്തോടെ, ദേഷ്യം എന്ന് പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷെ അത് വാക്കിലൂടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ ദേഷ്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. इसी तरह अंग्रेजी पढ़ोगे तो जिंदगी भर पढ़ते रहोगे और एक हर्फ न आएगा. अंग्रेजी पढ़ना कोई हंसी खेल नहीं है कि जो चाहे पढ़ ले. नहीं ऐरा गैरा नत्थू गैरा सभी अंग्रेजी में विद्वान हो जाते. यहाँ रात दिन आंखें फोड़नी पड़ती है और खून जलाना पड़ता है, तब कहीं यह विद्या आती है. और आती क्या है? हाँ, कहने को आ जाती है. बड़े बड़े विद्वान भी शुद्ध अंग्रेजी नहीं लिख सकते, बोलना तो दूर रहा. और मैं कहता हूँ, तुम कितना गूंगा हो कि मुझे देखकर भी सबक नहीं लेते. मैं कितनी मेहनत करता हूँ, यह तुम अपनी आंखों से देखते हो. अगर नहीं देखते तो यह तुम्हारी आंखों का कसूर है, तुम्हारी बुद्धि का कसूर है. इतने मेले तमाशे होते हैं, तुम मुझे कभी देखने जाते देखा है? रोज ही क्रिकेट और हॉकी मैच होता है, मैं पास नहीं फटकता, हमेशा पढ़ता रहता हूँ. उस पर भी एक एक दर्जे में 2-2 3-3 साल पढ़ा रहता हूँ. फिर भी तुम कैसे आशा करते हो कि तुम यूं खेल कूद के वक्त गवाकर पास हो जाओगे? मुझे तो 2 ही 3 साल लगते हैं. तुम उम्र भर इसी दर्जे में पड़े सड़ते रहोगे. अगर तुम्हें इस तरह उम्र गंवानी है तो बेहतर है घर चले जाओ और मजे से गुल्ली डंडा खेलो. दादा की गाड़ी कमाई के रुपए क्यों बर्बाद करते हो? ഇത്രയും സീരിയസ് ആയിട്ടാണ് നമ്മുടെ ബഡേ സാഹബ് ഛോട്ടെ ഭായിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ആ പാവം അനിയന്റെ അവസ്ഥ നമ്മൾ അന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അനിയൻ കുറച്ചു നേരം ഇതേപോലെ എവിടെയെങ്കിലും പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു വരുമ്പോ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ വായിച്ചത്. അപ്പം പറഞ്ഞല്ലോ, ബഡേ ഭായ് സാബ് എപ്പോഴും പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, സമയം എടുത്ത് പഠിക്കുക, ചിന്തിച്ച് പഠിക്കുക, ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഭായി സാബ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളുടെ അടുത്ത് ഇതേപോലെ പാവമായ നമ്മുടെ ചെറിയ അനിയൻ പെടുകയാണെങ്കിൽ അവിടെ അടുത്ത് പറയണ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഈ പാരഗ്രാഫിലെ ബഡേ ഭായ് സാബ് അനിയന് അല്ലെങ്കിൽ ഛോട്ടാ ഭായിന് കുറച്ച് ഗ്യാൻ കൊടുക്കുകയാണ്, കുറച്ച് അഡ്വൈസ് കൊടുക്കുകയാണ്. നമുക്കത് നോക്കാം എന്താണ് പറയുന്നത്. इस तरह अंग्रेजी पढ़ोगे तो जिंदगी भर पढ़ते रहोगे और एक हर्फ न आएगा. ഇതേപോലെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ജീവിതകാലം പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, എന്ന ഒരു അക്ഷരം പോലും മനസ്സിലാവില്ല. अंग्रेजी पढ़ना कोई हंसी खेल नहीं है. ഇംഗ്ലീഷ് പഠിക്കുന്നത് കളിത്തമാശ ഒന്നല്ല. कि जो चाहे पढ़ ले, नहीं ऐरा गहरा नथु कहरा, सभी अंग्रेजी के विद्वान हो जाते हैं. ഇവിടെ
അങ്ങനെ തേരാപാര നടക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഒരു പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാര്, നിന്നെ പോലത്തെ ആൾക്കാര്. ഇതാണ് നമ്മുടെ ബഡേ ഭായ് സാബ് ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് എന്താണ്? തേരാപാര നടക്കുന്ന ആൾക്കാര്, ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാരെ പറയുന്നത് ഏറ ഗേറ നത്തു കേറ. ഇങ്ങനത്തെ ആൾക്കാര്, ഇതേപോലത്തെ ആൾക്കാര് ഒരിക്കലും ഇംഗ്ലീഷിലെ സ്കോളർ ആവുന്നില്ല. യഹാ രാത് ദിൻ ആഖേ ഫോഡ്നി പഡ്തി ഹെ. ഇവിടെ നമ്മള് രാപ്പകല് നമ്മൾ അധ്വാനിക്കണം, രാപ്പകല് നമ്മൾ കണ്ണുടച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആഖേ ഫോഡ്ന എന്ന് പറഞ്ഞാൽ മെഹനത് കർണ. അതിന്റെ ഒരു അർത്ഥമുള്ള ഒരു മുഹാവരയാണ് ആഖേ ഫോഡ്ന. ഓർ ഖൂൻ ജലാന പഡ്താ ഹെ. നമ്മൾ അത് അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ഖൂൻ ജലാന പഡ്താ ഹെ എന്ന് പറഞ്ഞാൽ കടി മെഹനത് കർണ. തബ് കഹി യഹ് വിദ്യ ആത്തി ഹെ. അങ്ങനൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വിദ്യ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓർ ആത്തി ക്യാ ഹെ? ഹാ കഹനെ കോ ആ ജാത്തി ഹെ. അതായത് അങ്ങനെ കിട്ടും എന്ന് പറയാം, പക്ഷെ പറയാൻ മാത്രം. അതിന്റെ ഇൻഡെപ്ത് നോളേജ് നമുക്ക് ഒരിക്കലും ഈ ഒരു രീതിയിൽ കിട്ടില്ല. ഹാ കഹനെ കോ ആ ജാത്തി ഹെ ബഡേ ബഡേ വിദ്വാൻ ഭി ശുദ്ധ അംഗ്രേജി നഹി ലിഖ് സക്തെ. നമ്മൾ എത്ര വലിയ സ്കോളേഴ്സിനെ കണ്ടാ പോലും അവരെ നല്ല രീതിയിൽ അവർക്ക് സംസാരിക്കാം, പക്ഷെ പ്യുവർ ഇംഗ്ലീഷ് അവർക്കും എഴുതാൻ കഴിയില്ല. बोलना तो दूर रहा. और मैं कहता हूं कि तुम कितने घोंगा हो कि मुझे देखकर भी सबक नहीं लेते. ഞാൻ പറയുകയാണെങ്കിൽ നീ എന്തൊരു മണ്ടനാണ്, നീ എന്തൊരു കഴുതയാണ്, അല്ലെങ്കിൽ നീ എന്തൊരു വിഡ്ഢിയാണ്. നീ എന്നെ കണ്ടിട്ട് പോലും നീ പഠിക്കുന്നില്ല. मैं कितनी मेहनत करता हूँ यह तुम अपनी आंखों से देखते हो. अगर नहीं देखते तो यह तुम्हारी आंखों का कसूर है, तुम्हारी ബുദ്ധി का कसूर है. ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്യുന്നത് നീ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ നീ കാണുന്നില്ലെങ്കിൽ നിന്റെ കണ്ണിന്റെ കുഴപ്പമാണ്, നിന്റെ ബുദ്ധിന്റെ കുഴപ്പമാണ്. इतने मेले तमाशे होते हैं, मुझे तुमने कभी देखने जाते देखा है. ഇവിടെ ചുറ്റും ഇത്രയും എന്താ പറയാ പബ്ലിക് ഗ്യാതറിംഗ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ പറയില്ലേ, ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഷോ നടക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചുറ്റും നടക്കാറുണ്ട്. നീ എപ്പോഴെങ്കിലും എന്നെ അവിടെ അത് കാണാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? റോസ് ഹി ക്രിക്കറ്റ് ഓർ ഹോക്കി മാച്ച് ഹോത്താ ഹെ. ഡെയിലി എല്ലാ ദിവസവും ക്രിക്കറ്റും ഹോക്കിന്റെ കളി ഇവിടെ നടത്താറുണ്ട്. मैं पास नहीं भटकता. ഞാൻ അതിന്റെ അടുത്തുകൂടെ പോവാറില്ല. ഹമേഷ പഠിത്താ रहता हूं. എപ്പോ നോക്കിയാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. उस पर भी एक एक दर्जे में दो दो तीन तीन साल पढ़ा रहता हूं. എന്നിട്ട് ഒരു കൊല്ലത്തിന്റെ കാര്യം, അതായത് ഏക് ദർജ എന്ന് പറഞ്ഞ ഓരോ ക്ലാസ്, അതില് 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലാണ് ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. फिर भी तुम कैसे आशा करते हो कि तुम यूं खेल कूद के वक्त गवाकर पास हो जाओगे. എന്നിട്ടും ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യണ കണ്ടിട്ടും നീ എങ്ങനെയാ വിചാരിക്കണ നീ ഇതേപോലെ കളിച്ച് തുള്ളിച്ചാടി ഇങ്ങനെ സമയം കളഞ്ഞ് നീ പാസ്സാവുമെന്ന്? मुझे तो 2 ही 3 साल लगते हैं. तुम उम्र भर इसी दर्जे में पढ़े सड़ते रहोगे. എനിക്ക് 2-3 കൊല്ലം എടുക്കുന്നുള്ളൂ, പക്ഷെ നിനക്ക് ഇത് ഫുൾ ലൈഫ് ടൈം നീ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. अगर तुम्हें इस तरह उम्र गवानी है तो बेहतर है घर चले जाओ. നിനക്ക് ഇതേപോലെ നിന്റെ ഏജ് നിനക്ക് വേസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ ഇതിനേക്കാൾ നല്ലത് എന്താണ്? നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. ഓർ മജേ സെ ഗുള്ളി ഡണ്ട ഖേലോ. എന്നിട്ട് നല്ല സുഖമായിട്ട് നീ അവിടെ ഗുള്ളി ഡണ്ട കളിക്ക്. ദാദാ കി ഗാഡി കമായി കെ റുപ്പേ ക്യൂ ബർബാദ് കർത്തേ ഹോ. ദാദ എന്ന് പറയുന്നത് വേറെ അച്ഛനാണ്. ദാദ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവന്ന പൈസ നീ എന്തിനാ അതേപോലെ നശിപ്പിക്കുന്നത്? ഇതാണ് നമുക്ക് ഈ പാരഗ്രാഫില് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. मैं ये लताड़ सुनकर आंसू बहाने लगता. जवाब ही क्या था, अपराध तो मैंने किया, लताड़ कौन सहे. भाई साहब उपदेश की कला में निपुण थे.
ऐसी ऐसी लगती बातें कहते, ऐसे ऐसे सुक्ति बाण चलाते कि मेरे जिगर के टुकड़े टुकड़े हो जाते और हिम्मत टूट जाती। इस तरह जान तोड़कर मेहनत करने की शक्ति मैं अपने में न पाता था और उस निराशा में जरा देर के लिए मैं सोचने लगता, क्यों ना घर चला जाऊं। जो काम मेरे बूते के बाहर है, उसमें हाथ डालकर क्यों अपनी जिंदगी खराब करूं। मुझे अपना मूर्ख रहना मंजूर था, लेकिन उतनी मेहनत से मुझे तो चक्कर आ जाता था। लेकिन घंटे 2 घंटे के बाद निराशा के बादल फट जाते और मैं इरादा करता कि आगे से खूब जी लगाकर पढ़ूंगा। चटपट एक टाइम टेबल बना डालता। बिना पहले से बिना पहले से नक्शा बनाए कई स्कीम तैयार किए, काम कैसे करूं, कैसे शुरू करूं। टाइम टेबल में खेल कूद की मदद सॉरी ഇനി നമുക്ക് മുന്നിൽ നോക്കാം. मैं यह लताड़ सुनकर आंसू बहाने लगता। जवाब ही क्या था, अपराध तो मैंने किया, लताड़ कौन सहे। भाई साहब उपदेश की कला में निपुण थे। ऐसे ऐसे लगती बातें कहते, ऐसे ऐसे सूक्ति बाण चलाते कि मेरे जिगर के टुकड़े टुकड़े हो जाते और हिम्मत टूट जाती। इस तरह जान तोड़कर मेहनत करने की शक्ति मैं अपने में न पाता था और निराशा में जरा देर के लिए मैं सोचने लगता, क्यों ना घर चला जाऊं। जो काम मेरे बूते के बाहर है, उसे हाथ डालकर क्यों अपनी जिंदगी खराब करूं। मुझे अपना मूर्ख रहना मंजूर था, लेकिन उतनी मेहनत से मुझे तो चक्कर आ जाता था। लेकिन घंटे 2 घंटे के बाद निराशा के बादल फट जाते और मैं इरादा करता कि आगे से खूब जी लगाकर पढ़ूंगा। चटपट एक टाइम टेबल बना डालता। बिना पहले से नक्शा बनाए कोई स्कीम तैयार किए, काम कैसे शुरू करूं। टाइम टेबल में खेलकूद की मदद बिल्कुल उड़ जाती की मद बिल्कुल उड़ जाती। प्रातःकाल 6 बजे उठना, मुंह हाथ धो, नाश्ता कर पढ़ने बैठ जाना। 6 से 8 तक अंग्रेजी, 8 से 9 तक हिसाब, 9 से 9:30 तक इतिहास, फिर भोजन और स्कूल। 3:30 बजे स्कूल से वापस होकर आधा घंटा आराम। 4 से 5 तक भूगोल, 5 से 6 तक ग्रामर, आधा घंटा हॉस्टल के सामने ही टहलना। 6:30 से 7 तक अंग्रेजी कंपोजिशन, फिर भोजन करके 8 से 9 तक अनुवाद, 9 से 10 तक हिंदी, 10 से 11 तक विविध विषय, फिर विश्राम. അപ്പോൾ നമ്മുടെ ബഡേ ഭായ് സാബിന്റെ അടുത്തുനിന്ന് ചീത്ത കേട്ട് ആ ഭായ് സാബിന്റെ മുമ്പിൽ ക്ഷമാർപ്പണം ചെയ്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ അനിയൻ സ്വയം ചിന്തിക്കുകയാണ്. ഇത്രയും ചീത്ത കേട്ടിട്ട് കണ്ണുന്നൊക്കെ കണ്ണീരൊഴുകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മുടെ ഛോട്ടാ ഭായി കുഞ്ഞനിയൻ ഉള്ളത്. അപ്പൊ ഇത്രയും അപമാനം സഹിച്ചിട്ട് ഇത്രയും ചീത്ത കേട്ടിട്ട് എന്താ പറയാ, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഛോട്ടാ ഭായ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഛോട്ടാ ഭായ് പറയുന്നത്, എന്റെ ഭായ് സാബ് ഈ അഡ്വൈസ് ചെയ്യണ ആർട്ടില്, കലയില് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്, ഭയങ്കര നിപുണാണ്. ഈ പറയണ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അത്രയും നമ്മളെ കൊള്ളിച്ച് പറയണ വാക്കുകൾ, അതായത് നമ്മള് കുത്തി പറയണ കാര്യങ്ങളല്ലേ, ആ കാര്യങ്ങളാണ് ലത്തി ബാത്തെ. പിന്നെ ഈ പറയണ വാക്കുകളെല്ലാം ശരിക്കും നമ്മളെ കുത്തി നോവിക്കുന്ന ആരോ പോലെയാണ്, സുക്തി ബാൺ.
അത് നമ്മളെ ഹിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ കമന്റ് ചെയ്ത് ഹേർട്ട് ചെയ്ത് പറയുന്ന വാക്കുകളിനെയാണ് ഈ സുക്തി ബാൺ എന്ന് പറയുന്നത്. ചലാത്തേക്ക് മേരെ ജിഗർ കെ ടുക്കടെ ടുക്കടെ ഹോ ജാത്തെ. അത് കേൾക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിന്റെ കഷ്ണം കഷ്ണമായി മാറും. എന്റെ ഫുൾ സ്ട്രെങ്ത്, എന്റെ ഒരു ഫുൾ ഹിമ്മത്ത് അത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് പൊടിഞ്ഞിപ്പോ അല്ലെങ്കിൽ ഇല്ലാതാവും. അപ്പൊ ഇത്രയും ഈ ഒരു സിറ്റുവേഷനിൽ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട്. ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇതിനേക്കാൾ നല്ലതല്ല ഞാൻ വീട്ടിൽ പോണത്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുഖമായി എനിക്ക് ഇരിക്കാലോ. എനിക്ക് പറ്റാത്ത പണി, എന്റെ ലിമിറ്റിനേക്കാളും അല്ലെങ്കിൽ എന്റെ ബൗണ്ടറിനേക്കാളും പുറത്തുള്ള പണി ഞാൻ എങ്ങനെ ചെയ്യും? എന്തിനാണ് ഞാൻ അതിൽ കൈയിട്ട് ഞാൻ എന്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്നത്? അപ്പം ഞാൻ മണ്ടനാണെങ്കിൽ ഓക്കെ, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ തലയിൽ കയറ്റി വെച്ച് ഇത്രയും ഭാരം ഉള്ള കാര്യം പഠിക്കാനൊക്കെ എന്നെ കൊണ്ട് വയ്യ. എനിക്കൊക്കെ തല കറക്കം വരും ചിലപ്പോ. ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന നമ്മുടെ ഛോട്ടാഭായ് കുറച്ചു നേരം, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാല്, ഘണ്ടെ 2 ഘണ്ടെ, അതായത് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ ഛോട്ടാഭായിന്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം, ആ ഒരു വിഷമം, ആ ഒരു സാഡ്നെസ് അതെല്ലാം മാറി വീണ്ടും എവിടുന്നോ ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പൊ ചിന്തിക്കും, ഇനി ഞാൻ കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച്, ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യും, നന്നായി പഠിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ടൈം ടേബിൾ റെഡി ആക്കണം. ബിക്കോസ് ഒരു കറക്റ്റ് ഒരു സ്കെച്ച് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ ഏത് ടൈമിൽ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള കറക്റ്റ് കൃത്യമായ ഒരു പ്ലാനിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാനിങ് ഒക്കെ ഛോട്ടാഭായ് എവിടുന്നാണ് പഠിക്കുന്നത്? അവന്റെ ബഡേ ഭായ് സാബിനെ കണ്ടിട്ട്. ഭായ് സാബ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്, കൃത്യ ടൈമിങ്ങിലാണ് പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടാണ് ഈ ഛോട്ടാഭായ് ഈ ഒരു രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കി അവനവന്റെ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഒരു നല്ല ലൈഫ് തുടങ്ങാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഛോട്ടാഭായ് എത്ര ദേഷ്യം അല്ലെങ്കിൽ എത്ര വിഷമം വന്നാലും ഒരിക്കലും ബഡേ ഭായ് സാബിന്റെ അടുത്ത് എതിർത്ത് കാര്യങ്ങൾ പറയാതെ തന്നെ അവനവന്റെ മിസ്റ്റേക്ക് എന്താണോ അത് മനസ്സിലാക്കി അതിന് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആണ് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, അപ്പൊ मैं यह लताड़ सुनकर आंसू बहाने लगता. ഈ നല്ല ചീത്ത കേട്ടിട്ട് ലത്താഡ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ സ്കോൾഡിങ് ആണ് ഈ ലത്താഡിന്റെ മീനിങ്. मैं यह लताड़ सुनकर आंसू बहाने लगता. ആ കേട്ട് എന്റെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കും. ജവാബ് ഹി ക്യാ താ, ഇതിന് ഞാൻ എന്ത് മറുപടി പറയും? അപ്രാപ്തു मैंने किया, ഞാനാണല്ലോ കുറ്റം ചെയ്തത്. ലതാഡ് കോൺ സഹേ, അയ്യോ എനിക്ക് വയ്യ അതൊക്കെ കേട്ടിരിക്കാൻ. भाई साहब उपदेश की कला में निपुण थे. बड़े भाई साहब ഈ അഡ്വൈസിന്റെ കലയില് നിപുണാണ്, എക്സ്പേർട്ട് ആണ്. ऐसी ऐसी लगती बातें कहते, ऐसे ऐसे सुक्ति बाण चलाते कि मेरे जिगर के टुकड़े टुकड़े हो जाते और हिम्मत ടൂട്ട് ജാതി. പറയണ വാക്കുകളൊക്കെ ഇത്ര കുത്തി പറയണ വാക്കുകളാണെങ്കിൽ ആ കേട്ട് എന്റെ ഹൃദയമൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണമായി പോകും. എന്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത് തന്നെ എനിക്ക് നഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അത് പൊടിഞ്ഞ പോലെ ഫീൽ ചെയ്യും. इस तरह जान तोड़कर मेहनत करने की शक्ति मैं अपने में न पाता था. ഇതേപോലെ ഭായ് സാബ് പറഞ്ഞ പോലെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ, ഇത്രയും എനർജി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ക്ഷമത അല്ലെങ്കിൽ അതിന്റെ ഒരു കാലിബർ ഞാൻ എന്റെ ഉള്ളിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. और उस निराशा से मैं जरा देर के लिए मैं सोचने लगता. അപ്പൊ ഈ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഉണ്ടാവുന്ന ആ സാഡ്നെസ്, അതില് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ചില സമയത്ത് ആ ഛോട്ടാഭായിക്ക് തോന്നാറുണ്ട്, ക്യൂ ന ഘർ ചലാ ജാऊं, വീട്ടിൽ പോയാലോ, ഞാൻ വീട്ടിൽ പോയാലോ. ജോ കാം മേരെ ബൂത്തേ കെ ബാഹർ ഹെ, അത് എന്റെ ലിമിറ്റിനേക്കാളും പുറത്തുള്ള കാര്യം, അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഉസ്മേ ഹാത്ത് ഡാൽക്കർ ക്യൂ അപ്നി ജിന്ദഗി ഖരാബ് കറും, ഞാൻ ആ കാര്യത്തിൽ എന്റെ കൈയിട്ടിട്ട് ഞാൻ എന്തിനാണ് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണേ. മുझे अपना मूर्ख रहना मंजूर था.
ഞാൻ വിഡ്ഢിയാണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ വിഡ്ഢി തന്നെയാണ്, ഞാൻ വിഡ്ഢി തന്നെയാണ്. ലേക്കിൻ ഉത്നി മെഹനത് സെ മുझे तो चक्कर आ जाता था. പക്ഷെ ഈ ഭായ് സാബ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഭായ് സാബ് ചിന്തിക്കുന്ന രീതിയിൽ മെഹനത്ത് ചെയ്യുകയാണെങ്കിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തലകറക്കം വരുന്നു. ലേക്കിൻ घंटे 2 घंटे के बाद निराशा के बादल फट जाते. നിരാശ കെ ബാദൽ ഫട്ന എന്ന് പറയുന്നത് ആ ഒരു സാഡ് മൂഡ് ഡിസപ്പിയർ ആവുക, അതിനൊരു എനർജറ്റിക് അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഉള്ള ഫീലിംഗ് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ആ സാഡ്നെസ് ഒക്കെ മാറി അയാൾ വീണ്ടും പഴയ പോലെ തന്നെ ആവും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ചിന്തിക്കുകയാണ്, मैं इरादा करता कि आगे से खूब जी लगाकर पढ़ूंगा. അപ്പൊ ഞാൻ പിന്നെ കുറെയൊക്കെ ഇങ്ങനെ സാഡായിട്ട് ചിന്തിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കും, ഓക്കെ ഇനി നല്ല മനസ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണം. ഓക്കെ, ചട്പട്ട് ഏക് ടൈം ടേബിൾ ബനാ ഡാൽത്ത. അപ്പൊ പെട്ടെന്ന് തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൂ. ബിനാ പെഹലെ സെ നക്ഷ ബനായെ കോയി സ്കീം തയ്യാർ കിയെ കാം കേസെ ശുരു കറും. അതായത് ഒരു കറക്റ്റ് ഒരു സ്കീം അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാണ്ട് ഞാൻ എങ്ങനെയാ എന്റെ വർക്ക് തുടങ്ങുക. ടൈം ടേബിൾ മേ ഖേൽകൂദ് കി മദ് ബിൽക്കുൽ ഉഡ് ജാത്തി. അപ്പൊ ഇതേപോലെ ഷെഡ്യൂൾ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കളിക്കാൻ തോന്നുന്ന ഒരു എന്താ പറയാ ഫീലിംഗ്, അല്ലെങ്കിൽ അതിന് തോന്നുന്ന ഒരു എന്താ പറയാ ഒരു ഡിസയർ, അത് ഇല്ലാണ്ടാവുകയാണ്. ബിക്കോസ് കറക്റ്റ് ടൈമിൽ ഒരു മെക്കാനിക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ റിലാക്സേഷന്റെ ഒരു ഓപ്ഷനെ വരുന്നില്ല. അതാണ് നമ്മുടെ ഛോട്ടാ ഭായ് പറയുന്നത്, ടൈം ടേബിൾ മേ ഖേൽ കൂദ് കി മദ് ബിൽക്കുൽ ഉഡ് ജാത്തി. പ്രാതകാൽ ഇനി പറയുന്നത് ആ ടൈം ടേബിൾ ആണ്. ഇങ്ങനെയാണ് അവന്റെ ഒരു ലൈഫില് ഒരു ദിവസത്തെ ടൈമിനെ ഏതൊക്കെ രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രാതകാൽ രാവിലെ 6 ബജെ ഉഠന, രാവിലെ 6 മണിക്ക് എണീക്കുക. എന്നിട്ട് മുഹ് ഹാത്ത് ധോ, കയ്യും കാലൊക്കെ കഴുകി, നാശ്ത കർ, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത്, പഠനെ ബാഠ് ജാന, പഠിക്കാതിരിക്കുക. എന്നിട്ട് 6 से 8 തക് അംഗ്രേജി, അതായത് 6 മണി മുതൽ 8 മണി വരെ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ കഴിക്കാനും കൈയും കാലൊക്കെ കഴുകാനുള്ള സമയം പോവില്ലേ, പിന്നെ എന്താവും, എങ്ങനെയാവും അത് അറേഞ്ച് ചെയ്തത് നമുക്ക് നോക്കാം. 6 से 8 तक अंग्रेजी, അപ്പോൾ 6 to 8 AM इंग्लिश. 8 से 9 तक हिसाब, 8 to 9 मैथ्स. ഇനി അടുത്ത ഷെഡ്യൂൾ നോക്കാം. 9 से 9:30, ओके, 9 to 9:15 AM हिस्ट्री, इतिहास. फिर भोजन और स्कूल. അപ്പൊ ഇവരിപ്പോ ഹോസ്റ്റലിലാണല്ലോ, ഹോസ്റ്റലില് ഒരു 9 to 9:15 വരയ്ക്കും ഹിസ്റ്ററി പഠിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ അതിന്ന് അവര് സ്കൂളിൽ പോവാ. 3:30 ബജെ സ്കൂൾ സെ വാപ്പിസ് ഹോക്കർ ആധാ ഘണ്ട ആരാം. അപ്പൊ ഒരു 3:15 PM ആവുമ്പോഴത്തേക്കും സ്കൂൾ വിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യാം. 4 से 5, എന്നിട്ട് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് 4 മുതൽ 5 മണി വരെ 4 to 5 PM तक भूगोल, ज्योग्राफी. ഇനി 5 से 6 तक ग्रामर. ഇനി 5 to 6 ग्रामर. आधा घंटा हॉस्टल के सामने ही टहलना. അപ്പൊ ഈ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാല് ഒരു 6 PM ആവും ആ സമയമാകുമ്പോഴത്തേക്കും. അപ്പൊ ഇത് കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിന് മുമ്പിൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ നടക്കുക. അതായത് ഒരു സ്ലോ വാക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ ഛോട്ടാ ഭായ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാല് 6:30 से 7 तक അംഗ്രേജി കോമ്പോസിഷൻ. 6:15 to 7, അതായത് 6 തൊട്ട് 6:15 വരെയാണ് ഈ റിലാക്സേഷൻ ടൈം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി 6:15 to 7 PM അംഗ്രേജി, ഇംഗ്ലീഷ് പഠിക്കണം. അംഗ്രേജി കോമ്പോസിഷൻ, ഇംഗ്ലീഷ് കോമ്പോസിഷൻ ആണ് ഈ ടൈമിൽ ചെയ്യേണ്ട കാര്യം. ഫിർ ഭോജൻ കർക്കെ 8 से 9 तक, ഈ ഇംഗ്ലീഷ് കോമ്പോസിഷൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡിന്നർ ഒരു 8 to 9 PM അനുവാദ്, ട്രാൻസ്ലേഷൻ. ഇനി 9 से 10 तक, 9 to 10 ഹിന്ദി പഠിക്കണം. പിന്നെ 10 से 11
10 to 11 p.m. तक വിവിധ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ചോയ്സ് അല്ല, ഏതൊക്കെ ടോപ്പിക് അന്ന് എടുത്തിട്ടുണ്ടോ അതൊക്കെ പഠിക്കുക. ഫിർ വിശ്രാം. ഓക്കെ, അപ്പൊ 11 p.m. വരെ ആ ഛോട്ടാ ഭായ് ഫുൾ പഠിക്കാൻ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് ഈ 11 p.m. വരെ ഫുൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഛോട്ടാ ഭായ്. ബഡേ ഭായ് സാബിന്റെ ചീത്ത കേട്ട് മനം നൊന്ത് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിനൊരു കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയത് എന്താണ്? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ടൈം ടേബിളിൽ പെർഫെക്റ്റ്ലി എത്ര സമയം ഏത് സബ്ജക്റ്റിന് ഉപയോഗിക്കണം, എത്ര ടൈം റിലാക്സേഷൻ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഡിസൈഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വായിക്കാം. എങ്ങനെ ഈ ഛോട്ടാ ഭായ് ഈ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നാളെ മുതൽ അവന്റെ ഒരു പഠിക്കുന്ന രീതി അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, मगर टाइम टेबल बना लेना एक बात है, उस पर अमल करना दूसरी बात. പക്ഷെ ടൈം ടേബിൾ ഉണ്ടാക്കണതൊക്കെ ഒരു കാര്യം, അതിന്റെ മുകളിൽ അത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. पहले ही दिन उसकी अवहेलना शुरू हो जाती है. ഇതൊക്കെ രാത്രി എല്ലാം ഡിസൈഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് ടേബിൾ ഒക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ അതിന്ന് ഒരു അകൽച്ച കാണിക്കാൻ തുടങ്ങും. അതായത് ആ കറക്റ്റ് ടൈമിങ്ങിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഛോട്ടാ ഭായ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അവനും സാധാ കുട്ടികളെ പോലെ തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ വലിയ കാര്യത്തിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ നമുക്ക് എപ്പോഴും അത് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളും മനുഷ്യന്മാരാണ്. ചില സമയത്തൊക്കെ അങ്ങനെ മാറ്റങ്ങൾ വരും, പക്ഷെ നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഛോട്ടാ ഭായ് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു. ഓക്കെ, मैदान की वह सुखद हरियाली. ഇനി നമ്മുടെ ആ ഹോസ്റ്റലിന്റെ തൊട്ട് മുമ്പുള്ള ഗ്രൗണ്ടിലുള്ള പച്ചപ്പ് കാണുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്. ഓക്കെ, ഹവാക്കെ ഹൽക്കെ ഹൽക്കെ ജോങ്കെ, അതിങ്ങനെ ജനാലെ കൂടെ നോക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന കാറ്റിന്റെ പതുക്കനെ ഒരു ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്ന കാറ്റ് വീശുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. ഫുട്ബോൾ കി വഹ ഉछल कूद, അവിടെ ഗ്രൗണ്ടില് കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ കുട്ടികൾ ചാടി മറിയ ആ ഒരു കാഴ്ച കാണാം. കബഡി കെ വഹ ദാവ് ഘാത്ത്, കബഡി കളിക്കുന്നതിന്റെ ആ ഒരു നമ്മൾ ഓരോ അടവുകൾ എടുക്കില്ലേ, അതാണ് ഈ ദാവ് ഘാത്ത്. വോളിബോൾ കി വഹ തേജി ഓർ ഫുർത്തി, അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഛോട്ടാ ഭായ്. ഇപ്പൊ വോളിബോൾ ഇതിവിടെ വോളിബോൾ അല്ല പറയാ, വാളിബോൾ എന്നാ പറയാ, ബിക്കോസ് ആ ഓക്കി മാത്രമല്ല അവിടെ. ഓക്കെ, അപ്പൊ വോളിബോൾ കി വഹ തേജി, നമ്മൾ ആ ഒരു സ്പീഡിൽ നമ്മൾ അതിനെ പുഷ് ചെയ്യില്ലേ, तेजी और फुर्ती मुझे अज्ञात और अनिवार्य रूप से खींच ले जाती है ഞാൻ എനിക്ക് അറിയാതെ തന്നെ എന്നെ അത് അട്രാക്ട് ചെയ്ത് വലിച്ചു കൊണ്ടുപോകും. ഓക്കെ, ഏതോ ഒരു കാണാതെ അല്ലെങ്കിൽ അദൃശ്യമായ ഒരു ശക്തി എന്നെ വലിച്ച് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആണ് ആ സമയത്ത് ഛോട്ടാ ഭായിക്ക് ഉണ്ടാവുന്നത്. मैं सब कुछ भूल जाता, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഏത് ടൈം ടേബിൾ ആരുണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി, ഒന്നും ഓർമ്മയില്ല. वह जानलेवा टाइम टेबल, वह आंख फोड़ पुस्तकें किसी की याद न रहती और भाई साहब को नसीहत और फजीहत का अवसर मिल जाता. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഗ്രൗണ്ടിൽ കാണുന്ന ഗ്രീനറി, കാറ്റ് വീശുന്നതും ആ ഫീലിങ്ങും പിന്നെ കളിക്കുമ്പോഴുള്ള അതിന്റെ ഒരു ഉന്മേഷവും അതിന്റെ രീതിയും അതെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ അറിയാതെ തന്നെ ഛോട്ടാ ഭായ് അതിലേക്ക് അട്രാക്ട് ആവുമ്പോൾ ബാക്കി ചിന്തിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്ത പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മറന്ന് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ പോകുമ്പോ എന്താണ്, ആ സമയത്ത് പ്ലാൻ ചെയ്ത് വെച്ച ടൈം ടേബിൾ ഒരു വശത്ത്, പഠിക്കാൻ എടുത്തു വെച്ചിരുന്ന ബുക്കുകൾ വേറൊരു വശത്ത്, എല്ലാം മറന്ന് ഒഴിവാക്കി ഛോട്ടാ ഭായ് വീണ്ടും പഴയ രീതിയിൽ തന്നെ തുടരാൻ തുടങ്ങാണ്. ഓക്കെ, അപ്പോ ആ സമയത്ത് വീണ്ടും ഛോട്ടാ ഭായ് എന്താ ചെയ്യണേ,
ഭായ് സാബിന് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വീണ്ടും ചീത്ത പറയാനും വീണ്ടും അഡ്വൈസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ ഛോട്ടാ ഭായ് ഉള്ളത്. അപ്പൊ ഈ ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ്, നമുക്ക് നമ്മുടെ ആ ഒരു ഫീലിംഗ്, യെസ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ലേഖകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു നോർമൽ ആൾക്കാരുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അത് ചിലപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം എന്താ ഇത് സംഭവിക്കുക. ഇനിയിപ്പോ നമ്മുടെ ഛോട്ടാ ഭായ് പറഞ്ഞിരുന്ന ആ ടൈം ടേബിളിന് ഡൈവേർട്ട് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും നമുക്ക് വായിച്ചു നോക്കാം. मैं उनके साये से भागता, उनकी आंखों से दूर रहने की चेष्टा करता, कमरे में इस तरह दबे पांव आता कि उन्हें खबर न हो. उनकी नजर मेरी ओर उठी और मेरे प्राण निकले. हमेशा सिर पर एक नंगी तलवार सी लटकती मालूम होती. फिर भी जैसे मौत और विपत्ति के बीच भी आदमी मोह और माया के बंधन में जकड़ा रहता है, मैं फटकार और दुटकियां खाकर भी खेल कूद का तिरस्कार न कर सकता था. ഓക്കെ, അപ്പൊ നന്നായി അറിയാം ഞാൻ ഇന്നും ഇതേപോലെ ഭായ് സാബിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഗ്രൗണ്ടിൽ പോയാ കളിച്ചാല് എന്താ സംഭവിക്കാന്ന് നന്നായി അറിയാം. എന്നിട്ടും ആ ഒരു ക്രേസ്, ആ ഒരു അട്രാക്ഷൻ ഛോട്ടാ ഭായിനെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ അവൻ നന്നായി കളിച്ച് എല്ലാം എൻജോയ് ചെയ്ത് തിരിച്ചു വരുമ്പോ അവനൊരു പേടി, വരുന്ന സമയത്ത് തന്നെ ഒരു പേടി ഉള്ളിൽ വരുന്നുണ്ട്. അയ്യോ കണ്ടാലോ, അയ്യോ ആ മുമ്പിൽ വരാതിരുന്നാ മതിയായിരുന്നു, പെടാതിരുന്നാ മതിയായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരില്ലേ, അത് തന്നെയാണ് ഛോട്ടാ ഭായിക്കും ആ സമയത്തുള്ളത്. അപ്പം അവൻ എപ്പോഴും ട്രൈ ചെയ്യും ഭായ് സാബിന്റെ കണ്ണിലേക്ക് മുമ്പിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നിഴലിൽ പെടാതിരിക്കാൻ. പക്ഷെ ആസ് യൂഷ്വൽ അവൻ പെടും. ഓക്കെ, അപ്പൊ मैं उनके साये से भागता, ഭായ് സാബിന്റെ ഷാഡോ കാണുമ്പോ തന്നെ അവൻ ഓടി മറയാൻ നോക്കും. എന്ന് വെച്ചാൽ അവൻ അറിയാം കണ്ടു കഴിഞ്ഞ ചീത്ത കേൾക്കും. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി അവ എപ്പോഴും അവിടുന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഉൻകി ആംഖോ സെ ദൂർ രഹനെ കി ചേഷ്ട കർത്ത, അപ്പൊ കണ്ണിൽ പെടാതെ ഇരിക്കാനുള്ള രീതിയിൽ തന്നെ അവൻ പല ശ്രമങ്ങളും നടത്തും. കമറേ മേ ഇസ് തര ദബേ പാവ് ആതാക്കി, അതായത് പമ്മി വരിക, कि उन्हें खबर ना हो. ഭായ് സാബ് അറിയാതെ തന്നെ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ അവൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഉൻകി നസർ മേരി ഓർ ഉഠി ഓർ മേരെ പ്രാൺ നിക്ലെ. അവൻ എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ആ എങ്ങാനും ഭായ് സാബ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ജീവൻ പോവും. ഹമേഷ സിർ പർ ഏക് നംഗി തൽവാർ സി ലട്ടക്തി മാലൂം ഹോത്തി. അപ്പൊ ഈ ഒരു പേടി എപ്പോഴും അവന്റെ തലേന്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒരു വാള് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഈ ഒരു പേടി അവൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ് ഈ പേടി ഉണ്ടാവാറ്? അവൻ ഇതേപോലെ കണ്ണ് വെറ്റിച്ചിട്ട് കളിക്കാൻ പോകുമ്പോൾ അവന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് അത്, അതായത് ഒരു പേടിയാണ്. फिर भी जैसे मौत और विपत्ति के बीच भी आदमी मोह और माया के बंधन से जकड़ा रहता है. എന്നാലും ഇത്രയും റിസ്ക് എടുത്തിട്ടും ഇത്രയും ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു മുമ്പില് മരണമുണ്ട്, ബാക്കില് പ്രോബ്ലംസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിന്റെ ഇടയിലും മനുഷ്യൻ എന്ത് ചെയ്യും? കിട്ടിയ ഒരു ചാൻസ്, എങ്ങനെയെങ്കിലും കിട്ടിയ ചാൻസ് അവർ എൻജോയ് ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഈ കിട്ടിയ ചാൻസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻജോയ്മെന്റ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവും. അപ്പൊ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ടെൻഡൻസിയാണ് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയാലും ഒരു ചാൻസ്, ചിരിക്കാൻ ഒരു ചാൻസ്, എൻജോയ് ചെയ്യാൻ ഒരു ചാൻസ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് ഗെയിൻ ചെയ്യാൻ നോക്കും. അപ്പൊ ഇത് തന്നെയാണ് അവിടെ ഛോട്ടാ ഭായിയും ചെയ്യുന്നത്. मैं फटकार और गुटकियां खाकर भी खेल कूद का तिरस्कार न कर सकता था. അപ്പൊ ഞാൻ എത്ര ചീത്ത കേട്ടാലും എത്ര കുത്തുവാക്ക് കേട്ടാലും ഞാൻ എന്റെ കളി, എനിക്കത് ഒരിക്കലും അതിനെ ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇത് ഒരു സിറ്റുവേഷൻ ആട്ടോ, അതായത് ഒരു സമയത്ത് നടന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ 1, 2, 3. അപ്പൊ ഇവിടെ കണ്ട ഇത് 2 ആണ്. ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് അടുത്ത സിറ്റുവേഷൻ ആണ് പ്രേംചന്ദ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ഇതുവരെ വായിച്ചതിന്റെ വേർഡ് മീനിങ് ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. 3 ദർജെ എന്ന് പറയുന്നത് 3 ക്ലാസ്സസ്. താലീം
education, ജൽദ്ബാജി, impulsiveness അല്ലെങ്കിൽ hurry. ബുനിയാദ്, foundation, ആലിഷാൻ, splendid or luxurious അല്ലെങ്കിൽ impressive house. പായദാർ, notched, okay, അല്ലെങ്കിൽ ഓൺ ചെയ്യുക അല്ലെങ്കിൽ പോയി കാണുക എന്നുള്ള ഫീലിംഗ്. തമ്പീഹ്, അഡ്വൈസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. നിഗ്രാണി, സർവെയിലൻസ്, നമ്മൾ പറയില്ലേ CCTV സർവെയിലൻസിലാണ്, അപ്പൊ അതേപോലെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, അതാണ് ഈ നിഗ്രാണി. ജനം സിദ്, ബൈ ബർത്ത്. ശാലീനത, ഡീസൻസി. ഓക്കെ. ഹുക്കും, ഓർഡർ. കാനൂൻ, ലോ. സ്വഭാവ്, നേച്ചർ. अध्ययनशील, स्कॉलरली. किताब की हाशियों, बुक मार्जिन्स. सामंजस्य, कंसिस्टेंसी. मसलन, उदाहरण അല്ലെങ്കിൽ for example. इबारत, mode of writing or text. चेष्टा, try. जमात, कक्षा. रचना, creations. कंकरियां, small stones. चार दीवारी, four walls. फाटक, gate. अपराध, sin അല്ലെങ്കിൽ ഗുനാ. ഏറാ ഗേറ, നത്ഥു ഖേറ. anyone who cannot do any work properly. മേലെ തമാശെ, public gathering with shows. वक्त गवाना, waste time. निपुण, expert. सुक्तिबान, teasing or heartbreaking commenting errors. अनुवाद, translation. अवहेलना, disregard. अज्ञात, unknown. फजीहत, to annoy. चेष्टा, effort. फटकार, scolding or insult. घुटकियां, strong and harsh words which cannot be easily digested by people. തിരസ്കാർ, avoid. സാലാന. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പാരഗ്രാഫിലുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. അപ്പൊ ഈ വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ, ഈ ലെസൺ വായിക്കുമ്പോൾ നിങ്ങൾ രണ്ട് ലാംഗ്വേജിലുള്ള വേർഡ്സ് ആണ് നിങ്ങൾ കാണുക. ഹിന്ദി വേർഡ്സും ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ ഉറുദു വേർഡ്സും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പ്രേംചന്ദ് രണ്ട് ലാംഗ്വേജിലുമാണ് എഴുതാറ്. അപ്പൊ ചില സമയത്ത് എഴുതുമ്പോൾ അവിടെ ഒരു ഉറുദു സ്ലാങ്ങും കൂടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഉറുദു വാക്കുകളും പഠിക്കേണ്ടി വരും, ഹിന്ദി വാക്കുകളും പഠിക്കേണ്ടി വരും. അപ്പൊ വേർഡ്സ് മാക്സിമം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. വേർഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെസണിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സീനിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും അഡ്വൈസ് കൊടുക്കുന്ന ബഡേ ഭായ് സാബ് പതിവ് പോലെ തന്നെ സ്ഥിരം പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അതേസമയം ഛോട്ടാ ഭായ് എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത അല്ലെങ്കിൽ സ്വയം മാറാത്ത ഒരു വികൃതിയായ ഒരു കുട്ടിയാണ്. അവൻ കളി കഴിഞ്ഞിട്ടുള്ള പഠിത്തം മാത്രമേ ചെയ്യുന്നുള്ളൂ. അവന് കളിക്കും വേണം, പഠിക്കും വേണം. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതേപോലെ ഭായ് സാബിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ചീത്തയും കേൾക്കും, സോറിയും പറയും, വീണ്ടും പോയി പഠിക്കാനുള്ള സമയത്ത് പഠിക്കും, വീണ്ടും അതേ റുട്ടീൻ ഫോളോ ചെയ്യും. അപ്പൊ ഈ രണ്ടുപേരും ഇതേപോലെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നു. പിന്നെ ഇങ്ങനെ പഠിച്ച് ആനുവൽ എക്സാം വരും. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തില് ഒരു എക്സാം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ എക്സാം വരുമ്പോൾ അതിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളും അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സീനില് പ്രേംചന്ദ് നമ്മളോട് പറയുന്നത്. സാലാന ഇംതിഹാൻ ഹുआ, भाई साहब फेल हो गए, मैं पास हो गया और दर्जे में प्रथम आया. मेरे और उनके बीच में केवल 2 साल का अंतर रह गया. जी मैं आया, भाई साहब को आड़े हाथों लूं. जी मैं आया, मैं भाई साहब को आड़े हाथों लूं. आपकी वह घोर तपस्या कहाँ गई? मुझे दिखाइए. मजे से खेलता भी रहा और दर्जे में अव्वल भी हूँ, लेकिन वह इतने दुखी और उदास थे कि मुझे उनसे दिली हमदर्दी हुई और उनके घाव पर नमक छिड़कने का विचार भी लज्जास्पद जान पड़ा. हाँ, अब मुझे अपने ऊपर कुछ अभिमान हुआ और आत्मसम्मान भी बढ़ा. भाई साहब का वह रोब मुझ पर न रहा. आजादी से खेल कूद
में शरीक होने लगा। दिल मजबूत था। अगर उन्होंने फिर मेरी फजीहत की तो साफ कह दूंगा, आपने अपना खून जलाकर कौन सा तीर मार लिया। मैं तो खेलते कूदते दर्जे में अव्वल आ गया। जबान में यह एक्सक्यूज में हेकड़ी जताने का साहस न होने पर भी मेरे रंग ढंग से साफ जाहिर होता था कि भाई साहब का वह आतंक मुझ पर नहीं था। भाई साहब ने इसे भांप लिया। उनकी सहज बुद्धि बड़ी तीव्र थी और एक दिन जब मैं भोर का सारा समय गुल्ली डंडे की भेंट करके ठीक भोजन के समय लौटा तो भाई साहब ने मानो तलवार खींच ली और मुझ पर टूट पड़े। देखता हूँ देखता हूँ इस साल पास हो गए और दर्जे में अव्वल आ गए तो तुम्हें दिमाग हो गया है। मगर भाईजान, घमंड तो बड़े बड़े का नहीं रहा। तुम्हारी क्या हस्ती है। इतिहास में रावण का हाल तो पढ़ा ही होगा। उसके चरित्र के सामने कौन सा उपदेश लिया, या यूं ही पढ़ गए। महज इम्तिहान पास कर लेना कोई चीज नहीं, असली चीज है बुद्धि का विकास। तो कुछ पढ़ो, उसका अभिप्राय समझो। रावण भूमंडल का स्वामी था। ऐसे राजाओं को चक्रवर्ती कहते हैं। आजकल अंग्रेजों के राज्य का विस्तार बहुत बड़ा हुआ है, पर इन्हें चक्रवर्ती नहीं कह सकते। संसार में अनेक राष्ट्र अंग्रेजों का आधिपत्य स्वीकार नहीं करते, बिल्कुल स्वाधीन है। रावण चक्रवर्ती राजा था। संसार में सभी महीप उसे कर देते थे। बड़े बड़े देवता उसकी गुलामी करते थे। आगा आग और पानी के देवता भी उसके दास थे। मगर उसका अंत क्या हुआ। घमंड में उसका नाम निशान तक मिटा दिया। कोई उसे एक चुल्लू पानी देने वाला भी न बचा। आदमी और जो कुकर्म चाहे करे आदमी और जो कुकर्म चाहे करे, पर अभिमान न करे। इतराए नहीं, अभिमान किया और दिन दुनिया दोनों से गया. ആ അപ്പോ ഈ പാരഗ്രാഫിലെ ആനുവൽ എക്സാം വന്നു. ആനുവൽ എക്സാം വന്നപ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ബുജിയായ നമ്മുടെ ഭായ് സാബ് പാസ്സാവുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഛോട്ടാ ഭായ് ഫെയിൽ ആവുന്നു, വീണ്ടും ആ ചീത്ത കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു നമ്മൾ ആ ആദ്യത്തെ സെക്ഷനിൽ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സെക്ഷനിൽ ആനുവൽ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ച് ഐറോണിക്കലി എന്ത് സംഭവിച്ചു? നമ്മുടെ ബുജിയായ നമ്മുടെ ഭായ് സാബ് തോറ്റുപോയി. എന്നാ അതിശയത്തോടെ നമ്മുടെ ഛോട്ടാ ഭായ് പാസ്സായി. വെറും പാസ്സായതല്ല, ആ ക്ലാസ്സിലെ അവൻ ഫസ്റ്റ് ആയിരുന്നു, അവലായിട്ടാണ് അവൻ പാസ്സായത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ തന്നെ ഒരു കോൺട്രഡിക്റ്റഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻ ആണ്. ഇതില് നമ്മൾ വിചാരിച്ചതിനേക്കാളും വിപരീതമായിട്ടാണ് കാര്യം നടന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഈ നമുക്കൊരു ലോട്ടറി കിട്ടിക്കഴിഞ്ഞാല് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് നമ്മുടെ ഛോട്ടേ ഭായിക്ക് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഛോട്ടാ ഭായ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ പാസ്സാവുക മാത്രല്ല ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ആവും എന്നുള്ള ഒരു ധാരണ ആ ഛോട്ടാ ഭായിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഷോ ഓഫ് നമ്മൾ നടത്തില്ലേ, അപ്പൊ ആ ഒരു ഷോ ഓഫ് രീതിയിൽ, അതായത് ഇതുവരെ മനസ്സിൽ വെച്ചിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ആ ദേഷ്യവും വിഷമവും അതൊക്കെ ഇങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ റെസ്പെക്റ്റോടെ ആ ഒരു ബഹുമാനത്തോടെ ഭായ് സാബിന്റെ അടുത്ത് ഇതേപോലെ ബിഹേവ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവന് ആ ഒരു സ്നേഹം ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ അറിയാതെ തന്നെ അവന്റെ ബിഹേവിയറിൽ അത് ഭായ് സാബിന് മനസ്സിലായി, ബാക്കിയുള്ളവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ബിഹേവിയറിൽ ഭായ് സാബിനും ഈ കാര്യം മനസ്സിലായി. അതായത് അവൻ ആ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അവൻ ഇനി എന്റെ വാക്കുകളോട് അവന് ഒരു ഇഫക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ പക്ഷെ ഭായ് സാബിന് ഒന്നും പറയാൻ വയ്യ. എന്താ വെച്ചാൽ ഭായ് സാബ് തോറ്റുപോയി, ഒന്നും പഠിക്കാത്ത അനിയൻ ജയിച്ചും പോയി. അപ്പൊ ഭായ് സാബ് ഇങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു.
ഈ ഛോട്ടാ ഭായ് എന്താന്ന് വെച്ചാല് ലോട്ടറി കിട്ടിയ നമ്മൾ ആ ഒരു ലാവിഷ്നെസ്സും നമ്മുടെ ഒരു അഹങ്കാരം ആ ഒരു ഷോ ഓഫ് ഒക്കെ ഇല്ലേ, അപ്പൊ അതേപോലെ തന്നെ ജയിച്ചപ്പോ അതിന്റെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അവൻ കുറെ നേരം കളിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, അവന് തോന്നിയ പോലെ കളിക്കുന്നു, ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ദിവസം അവൻ കുറെ നേരം ഗ്രൗണ്ടില് ഗുള്ളിഡണ്ടയൊക്കെ കളിച്ച് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നു. ഹോസ്റ്റലിലാണ്. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നപ്പോ ഭായ് സാബിന് കിട്ടിയ ചാൻസ് എന്ത് ചെയ്തു? ഒന്നും നോക്കിയില്ല, അങ്ങട് കുറെ ഉപദേശവും കുറെ ചീത്തയും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാല് എങ്ങനെ പഠിക്കണം എന്നൊന്നുമല്ല, പഠിച്ചിട്ടും ഈ കാലത്ത് നമ്മൾ അഹങ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ അഹങ്കാരം നമ്മുടെ പഠിപ്പിനെയും നമ്മുടെ നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സിനെ എല്ലാം നശിപ്പിക്കും. അതിന് കുറെ ഉദാഹരണങ്ങളാണ് നമ്മുടെ ബഡേ ഭായ് സാബ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. सालाना इम्तिहान हुआ है, നമ്മുടെ ആനുവൽ എക്സാം നടന്നു. भाई साहब फेल हो गए, मैं पास हो गया और दर्जे में प्रथम आया. അപ്പോ നമ്മുടെ ഭായ് സാബ് തോറ്റുപോയി, ഞാൻ ജയിച്ചു, ക്ലാസ്സിൽ ടോപ്പർ ആയിരുന്നു, ഫസ്റ്റ് ആയിരുന്നു. मेरे और उनके बीच में केवल 2 साल का अंतर रह गया. അതായത് ആദ്യം 3 ക്ലാസ് ആയിരുന്നു വ്യത്യാസം. ഓക്കെ, അപ്പൊ ഈ 3 ക്ലാസ്സിന്റെ വ്യത്യാസം പോയി. എന്തായി? ഭായ് സാബ് വീണ്ടും തോറ്റപ്പോ ഇവർ തമ്മിൽ 2 ക്ലാസ്സിന്റെ വ്യത്യാസേ ഉണ്ടായുള്ളൂ. ജി മേ ആയ ഭായ് സാബ് കോ ആടെ ഹാത്തോ ലൂ. അപ്പൊ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഒരു കൈ നന്നായി സംസാരിക്കണം. ഇപ്പൊ പറയാനുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ആപ്കി വ ഘോർ തപസ്യ കഹാൻ ഗയി. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് പഠിച്ച സംഭവങ്ങൾ എന്തായി? അതിന്റെ ഗുണം എന്തായി എന്ന് ചോദിക്കും. മുझे देखिए, എന്നെ കണ്ടുപിടിക്കൂ. മജേ സെ ഖേൽത്താ ഭി രഹാ ഓർ ദർജെ മേ അവൽ ഭി ഹൂം. നന്നായി ഞാൻ കളിക്കുകയും ചെയ്തു, ക്ലാസ്സിലെ ഫസ്റ്റുമാണ്. ലേക്കിൻ വഹ ഇത്നെ ദുഖി ഓർ ഉദാസ് തെ कि मुझे उनसे दिली हमदर्दी हुई. ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടായിരുന്നു ഛോട്ടെ ഭായിക്ക്. പക്ഷെ ഭായ് സാബിനെ കണ്ടപ്പോ അവര് വല്ലാതെ വിഷമത്തോടെ ഇങ്ങനെ സാഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇത് കാണുമ്പോ തന്നെ ഛോട്ടെ ഭായിക്ക് ഭായ് സാബിനോട് ഒരു എന്താ പറയാ സോഫ്റ്റ് കോർണർ, ഒരു എന്താ പറയാ നമ്മള് സാരില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവന് ഉള്ളിൽ ഉണ്ടായത്. और उनके घाव पर നമക് ചികർനെ കാ വിചാർ ഹി ലജ്ജാസ്പദ് ജാൻ പടാ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ നമ്മള് കളിയാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുത്തുള്ള വാക്ക് പറയുകയാണെങ്കിൽ അത് ശരിക്കും അത് മോശമായ ഒരു സംഭവമാണ്, വല്ലാതെ ലജ്ജാവഹമാണ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അപ്പൊ ഛോട്ടാ ഭായിക്ക് ഉണ്ടായത്. ഹാ, अब मुझे अपने ऊपर कुछ अभिमान हुआ और आत्मसम्मान भी बढ़ा. പക്ഷെ ഒരു കാര്യം, എനിക്ക് ഈ റിസൾട്ട് വന്നതോടെ എനിക്ക് എൻ്റെ മേൽ തന്നെ എനിക്ക് ഒരു അഭിമാനം തോന്നുന്നു. പിന്നെ എനിക്ക് എൻ്റെ സെൽഫ് പ്രസ്റ്റീജ് കുറച്ചും കൂടി ഉയർന്നു എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ആ സമയത്ത് ഉണ്ടായി. ഭായ് സാബ് കാ വഹ് റോബ് മുझ पर ना रहा. അപ്പൊ ഭായ് സാബിന്റെ ആ പണ്ടത്തെ ആ കൺട്രോള്, ആ റൂള് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആസാദി സെ ഖേൽ കൂത്ത് മേ ഷരീഖ് ഹോനെ ലഗ. അപ്പൊ ഒരു ഫ്രീഡമോടെ ഞാൻ, അതായത് ഇങ്ങനെ പാസ്സായല്ലോ, ടോപ്പർ ആയല്ലോ, അപ്പൊ ആ ഒരു ഫ്രീഡത്തില് ഞാന് കളിക്കാനൊക്കെ സമയം ചെലവാക്കി കൊണ്ടിരുന്നു. ദിൽ മജ്ബൂത് ഥാ. ആ സമയത്ത് ഹാർട്ട് നല്ല സ്ട്രോങ് ആയിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാല് പണ്ടൊക്കെ പഠിക്കാതെ ഭായ് സാബിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് വരുമ്പോ പേടി ഉണ്ടായിരുന്നു. ആ ഒരു പേടി എന്ന് പറയുമ്പോ ആ സമയത്ത് ഈശ്വര എങ്ങാനും കണ്ടാലോ അല്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഒരു സ്ട്രോങ് മൈൻഡ് ആയിരുന്നു, സ്ട്രോങ് ഹാർട്ട് ആയിരുന്നു. എന്ന് വെച്ചാല് എനിക്ക് ഇനിയിപ്പോ ധൈര്യമായിട്ട് കളിക്കാം എന്നുള്ള ഒരു ധാരണ ആ ഛോട്ടാ ഭായിന്റെ ഉള്ളിൽ വന്നിട്ടായിരുന്നു. അതുകൊണ്ടാ പറയുന്നത് ദിൽ മജ്ബൂത് ഥാ. അഗർ ഉൻഹോനെ ഫിർ മേരി ഫസീഹത്ത് കി. ഇനി വലിയേട്ടൻ എന്നെ അല്ലെങ്കിൽ ബഡേ ഭായ് സാബ് എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ तो साफ कह दूंगा, ഞാൻ ശരിക്കും നേരിട്ട് ഞാൻ പറയും. आपने अपना खून जलाकर कौन सा तीर मार लिया. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ സാക്രിഫൈസ് ചെയ്ത് കുറെ ബ്ലഡ് ഒക്കെ ബേൺ ചെയ്ത്, അതായത് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് പരിശ്രമിച്ചിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ട് എന്തുണ്ടാക്കി, എന്താണ് നിങ്ങൾ ചെയ്തത് എന്നാണ് ഈ ലൈനില് പറയാൻ ഉദ്ദേശിക്കുന്നത്. मैं तो खेलते कूदते दर्जे में अव्वल आ गया.
ഞാൻ ഇങ്ങനെ കളിച്ചിട്ടും ഇങ്ങനെ നടന്നിട്ടും ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയി. जबान से यह हेकड़ी जताने का साहस न होने पर भी मेरे रंग ढंग से साफ जाहिर होता था. അത് എനിക്ക് നാവുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റായിരുന്നില്ല. എന്നാലും എന്റെ रंग ढंग അതായത് എന്റെ ബിഹേവിയർ കണ്ട ഈ കാര്യം വളരെ ക്ലിയർ ആയിരുന്നു. कि भाई साहब का वह आतंक मुझ पर नहीं था. അതായത് ഭായ് സാബിന്റെ പണ്ടത്തെ ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ എന്റെ മുകളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഭായ് സാബിനെ ഇസെ ഭാംപ് ലിയ. അപ്പൊ നമ്മുടെ ഭായ് സാബ് ഈ കാര്യം മനസ്സിലാക്കിയ ഭായ് സാബിന് അവന്റെ ആ ബിഹേവിയർ കണ്ടപ്പോ ആ കാര്യം ബോധ്യപ്പെട്ടു. उनकी सहज बुद्धि बड़ी तीव्र थी और एक दिन जब मैं भोर का सारा समय गुल्ली डंडे की भेंट करके ठीक भोजन के समय लौटा. അതായത് രാവിലെ മുതൽ ഉച്ച വരയ്ക്കും ഫുൾ ടൈം ഗുള്ളി ഡണ്ട കളിച്ചിട്ട് ठीक भोजन के समय കഴിക്കേണ്ട ആ സമയത്ത് लौटा തിരിച്ചു വന്നു. तो भाई साहब ने मानो तलवार खींच ली और मुझ पर टूट पड़े. അപ്പൊ ഭായ് സാബ് ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഭായ് സാബ് എന്ത് ചെയ്തു തുടങ്ങി. ഭായ് സാബിന്റെ ഉപദേശവും ഭായ് സാബിന്റെ അഡ്വൈസും ഭായ് സാബിന്റെ ചീത്ത പറയലും എല്ലാം. അപ്പൊ എന്താ പറഞ്ഞത് നമുക്ക് കേൾക്കാം. देखता हूँ इस साल पास हो गए और दर्जे में अव्वल आ गए. മനസ്സിലായി, കാണുന്നുണ്ട്. ഈ ഈ കൊല്ലം പാസ്സായി, ക്ലാസ്സിലെ ടോപ്പറുമാണ്. तो तुम्हें दिमाग हो गया है. അപ്പൊ നിനക്ക് കുറച്ച് വിവരം വന്നിട്ടുണ്ട്. मगर भाईजान പക്ഷേ അനിയ घमंड तो बड़े बड़े का नहीं रहा. പക്ഷേ ഇതേപോലെ അഹങ്കരിച്ച ആൾക്കാര് പലരും ഇപ്പൊ ഇല്ലാതായി. तुम क्या हंसती हो. അപ്പൊ നീ ആരാണ് സംഭവം. इतिहास में रावण का हाल तो पढ़ा ही होगा. നീ ഹിസ്റ്ററിയിലെ രാവണന്റെ കഥ പഠിച്ചിട്ടില്ലേ. उसके चरित्र में तुमने कौन सा उपदेश लिया. നീ ആ രാവണന്റെ ലൈഫിനെ കുറിച്ചിട്ട് നീ അതിന്ന് എന്താണ് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മോറൽ നീ എന്താണോ പഠിച്ചത്. മെഹജ് ഇംതിഹാൻ പാസ് കർ ലേന കോയി ചീസ് നെയ്. ഈ ഒരു എക്സാം പാസ് ആവണത് വലിയ സംഭവം ഒന്നല്ല. അസ്ലി ചീസ് ഹൈ കി ബുദ്ധി കാ വികാസ്. ശരിക്കും ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ പോയിന്റ്. ജോ കുച്ച് പഠോ ഉസ്കാ അഭിപ്രായ സമझो. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അതിന്ന് നമുക്ക് കിട്ടുന്ന മോറൽ, അതിന്റെ കണ്ടന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാവൺ ഭൂമണ്ഡൽ കാ സ്വാമി ഥ. ഇനിയിപ്പോ രാവണന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. രാവൺ ലോകത്തിന് തന്നെ സ്വാമിയായിരുന്നു. ऐसे രാജാവും को ചക്രവർത്തി कहते हैं. നമ്മൾ ഈ എംപറർ എന്നൊക്കെ പറയില്ലേ, കിങ് ഓഫ് കിങ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രാജാക്കന്മാരൊക്കെ നമ്മള് പറയണത് ചക്രവർത്തി, അവരെ ചക്രവർത്തി എന്ന പേരിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആജ്കൽ അംഗ്രേജോ കെ രാജ്യ കാ വിസ്താർ ബഹുത് ബഡാ ഹുവാ ഹൈ. അപ്പൊ ഈ സമയം, അതായത് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കഥ നടക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലുള്ള സമയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആജ്കൽ അംഗ്രേജോ കെ രാജ്യ കാ വിസ്താർ ബഹുത് ബഡാ ഹുവാ ഹൈ. അതായത് ബ്രിട്ടീഷേഴ്സിന്റെ ടെറിട്ടറി, അവരുടെ റൂള് ഇങ്ങനെ സ്പ്രെഡായി കുറെ സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. पर इन्हें ചക്രവർത്തി नहीं कह सकते. പക്ഷെ അവരെ നമ്മൾ ഈ രാവണനെ പോലെ ചക്രവർത്തി എന്ന് വിളിക്കാൻ പറ്റില്ല. संसार में अनेक राष्ट्र अंग्रेजों का आधिपत्य स्वीकार नहीं करते. ലോകത്ത് പല രാഷ്ട്രങ്ങളുണ്ട്, അവര് ഈ ബ്രിട്ടീഷേഴ്സിന്റെ റൂള് അല്ലെങ്കിൽ അവരുടെ ഡോമിനേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിൽക്കുൽ സ്വാധീന ഹെ. അവര് ആ അംഗ്രേജിന്റെ പവർ നിന്ന് അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്താനുള്ള ശ്രമം അവര് നടത്തുന്നുണ്ട്. രാവൺ ചക്രവർത്തി രാജാഥ. നമ്മളിപ്പൊ പറഞ്ഞ രാവൺ ശരിക്കും ഒരു ചക്രവർത്തി രാജയായിരുന്നു. സംസാർ കെ സഭി മഹീബ് ഉസെ കർ ദേത്തെ थे. ലോകത്തുള്ള വലിയ വലിയ ആൾക്കാരെ, വലിയ വലിയ ധനവാന്മാരെ അവർക്ക് രാവണന് കർജ് കൊടുത്തായിരുന്നു. ബഡെ ബഡെ ദേവത ഉൻകി ഗുലാമി കർത്തെ थे. വലിയ വലിയ ദേവന്മാരെ അവരുടെ അടിമത്തം ചെയ്തിരുന്നു. ആഗ് ഓർ പാനി മേ കെ ദേവത ഭി ഉസ്കെ ദാസ് थे. അപ്പൊ നമ്മള് അഗ്നിദേവൻ, പിന്നെ വെള്ളം,
ഈ ദേവന്മാരൊക്കെ അവരുടെ ദാസന്മാരായിരുന്നു. മഗർ ഉസ്കാ അന്ത് ക്യാ ഹുവ, ഇത്രയും വലിയ ഒരാളുടെ അവസാനം എന്തായി? ഘമൻ ने उसका नाम निशान तक मिटा दिया है, അവന്റെ അഹങ്കാരം അവനെ ഇല്ലാതാക്കി. कोई उसे एक चुल्लू पानी देने वाला भी न बचा, അവനെ ഒരു കൈക്കൊമ്പിലുള്ള വെള്ളം പോലും കൊടുക്കാൻ ആരും ഉണ്ടായില്ല. ആദ്മി और जो कुकर्म चाहे करे पर അഭിമാൻ ന കരെ, അവൻ ഒരു മനുഷ്യൻ ഏത് മോശമായ പണി ചെയ്താലും അഹങ്കാരം കാണിക്കരുത്. ഇത്രായ നീ അഭിമാൻ കിയ और ദീൻ ദുനിയ ദോനോ സെ ഗയ, അഹങ്കാരം ചെയ്തോ അപ്പൊ നമ്മള് ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മൾ ഇല്ലാണ്ടാവും. അപ്പൊ ഇതാണ് നമ്മളെ ഭായി സാബ് ഛോട്ടെ ഭായിന്റെ അടുത്ത് അല്ലെങ്കിൽ അനിയൻകുട്ടീന്റെ അടുത്ത് പറയുന്നത്. വേറെ പറയാനൊന്നുമില്ല. നീ എന്നെ കണ്ടുപഠിക്കൂ, ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അതേപോലെ പഠിക്കൂ എന്ന് പറയാൻ ഛോട്ടെ ഭായിന്റെ അടുത്ത് ഭായ് സാബിന് ഇപ്പൊ കഴിയില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് എക്സാമില് ഫെയിലായി, പക്ഷെ അനിയൻ പാസ്സായി. അപ്പൊ ആ ഒരു അടവ് ഇപ്പൊ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഭായ് സാബ് അടുത്ത അടവിലേക്ക് പോയി. ഭായ് സാബ് പറയുന്നത് എക്സാം പാസ്സാവണേലെ കാര്യമല്ല, നമ്മൾ പഠിക്കേണ്ട എന്തോ അതിന് നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കുക, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു അർത്ഥം ഉൾക്കൊള്ളണം. ഇപ്പൊ നീ പലതും ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഹിസ്റ്ററിയിൽ രാവണനെ കുറിച്ച് പഠിച്ചില്ലേ? രാവണ ഒരു ചക്രവർത്തി രാജാവായിരുന്നു, പലരും അയാളുടെ അടിമകളായിരുന്നു. പക്ഷെ അയാളുടെ അന്ത്യം എങ്ങനെയാണ് സംഭവിച്ചത്? അയാള് കാണിച്ച അഹങ്കാരം കാരണം അയാളുടെ പേര് പോലും ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി. അതുകൊണ്ട് നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ അത് നമ്മളെ നാശത്തിലേക്ക് നമ്മളെ നയിക്കും. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മുടെ ബഡേ ഭായ് സാബ് ഛോട്ടെ ഭായിന്റെ അടുത്ത് അഡ്വൈസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. शैतान का हाल भी पड़ा ही होगा, उसे यह अभिमान हुआ था कि ईश्वर का उससे बढ़कर सच्चा भक्त कोई है ही नहीं. अंत में यह हुआ कि स्वर्ग से नरक में ढकेल दिया गया. शाहेरू ने भी एक बार अहंकार किया था, भीख मांग मांग कर मर गया. तुमने तो अभी केवल एक दर्जा पास किया है और अभी से तुम्हारा सिर फिर गया, तब तो तुम आगे बढ़ चुके. यह समझ लो कि तुम अपनी मेहनत से नहीं पास हुए, अंधे के हाथ बटेर लग गई. मगर बटेर केवल एक बार हाथ लग सकती है, बार बार नहीं लग सकती. कभी कभी गुल्ली डंडे में भी अंधा चोट निशान पड़ जाता है. इससे कोई सफल खिलाड़ी नहीं हो जाता. सफल खिलाड़ी वह है जिसका कोई निशाना खाली न जाए. ഇവിടെ ബഡേ ഭായ് സാബ് കഴിഞ്ഞ പാരഗ്രാഫില് ഒരു എക്സാമ്പിൾ, രാവണന്റെ എക്സാമ്പിൾ കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുത്തു. എങ്ങനെ ഒരാൾ എത്ര കഴിവുള്ള ആളായാലും എത്ര പവർഫുൾ ആയാലും അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ അതിന് ദൈവം ശിക്ഷ കൊടുക്കും. അതാണ് നമ്മുടെ ബഡേ ഭായ് സാബ് ഛോട്ടെ ഭായിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ആ ഗ്യാൻ ഇനിയും അടുത്ത ലെവലിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ബഡേ ഭായ് സാബ്. ഈ ബഡേ ഭായ് സാബ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അനിയനെ ഉപദേശിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ എന്താ പറയാ ചീത്ത പറയാൻ പറ്റാവുന്ന ഒരു അവസരം പോലും പാഴാക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ നമ്മുടെ ബഡേ ഭായ് അതിന് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം പറയുന്നത്. ഇതില് ഷൈത്താൻ കാ ഹാൽ ഭി പടാ ഹി ഹോഗ. അപ്പൊ നീ നമ്മുടെ ഷൈത്താന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. उसे यह अभिमान हुआ था कि ईश्वर का सबसे बढ़कर सच्चा भक्त कोई है ही नहीं. അപ്പം അവൻ പറയുന്നത് ഷൈത്താന്റെ കഥ നീ വായിച്ചിട്ടുണ്ടാവില്ലേ, അതിന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ? ഷൈത്താന് അഹങ്കാരം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ഈശ്വരന്റെ ഭക്തരിൽ നിന്ന് ഏറ്റവും വലിയ ഭക്തൻ ഈ ഷൈത്താനാണെന്ന്. അപ്പൊ ഷൈത്താനിനേക്കാളും വലിയ ഒരു ഭക്തൻ പോലും ആ സമയത്ത് ഇല്ല എന്നാണ് ഷൈത്താൻ അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. अंत में यह हुआ कि स्वर्ग से नर्क में ढकेल दिया गया. അവസാനം എന്തായി? ആ സ്വർഗത്തില് ഇടം കിട്ടിയ ആ ഷൈത്താൻ അയാളുടെ ഈ ഒരു അഹങ്കാരം കൊണ്ട് ആ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ഉന്തി തള്ളപ്പെട്ടു. ഇനി
ഷാഹേറും ने भी एक बार അഹങ്കാർ किया था. ഇനി അടുത്ത എക്സാമ്പിൾ ഷാഹേറും എന്ന് പറയുന്നത് റോമിലത്തെ ഒരു കിങ് ആയിരുന്നു. അയാളും നല്ല സ്ട്രോങ് ആയിരുന്നു, നല്ല ഹോൾഡ് ഉള്ള ആളായിരുന്നു. പക്ഷെ ഷാഹിറൂമും അയാളുടെ അഹങ്കാരം കൊണ്ട്, അയാളുടെ മോശമായ പ്രവൃത്തി കൊണ്ട് എല്ലാവരോടും എല്ലാവർക്കും അയാളോട് ദേഷ്യം ഉണ്ടായി. അതേപോലെ അയാളുടെ ആ ഒരു കിങ്ഷിപ്പും അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അയാളുടെ അവസ്ഥ എന്തായി? ഷാഹിറൂം ने भी एक बार അഹങ്കാർ किया था, भीख मांग मांग कर मर गया. അവസാനം അയാളുടെ അവസ്ഥ ആ ഒരു ഭിക്ഷക്കാരന്റെ ആ ഒരു ലെവലിലേക്ക് എത്തി. तुमने तो अभी केवल एक दर्जा ही पास किया है. നീ ഒരു ക്ലാസ് പാസ്സായിട്ടല്ലേ ഉള്ളൂ. और अभी से तुम्हारा सिर फिर गया है. അപ്പൊ ഇപ്പൊ തന്നെ നിന്റെ തല തിരിഞ്ഞു. तब तो तुम आगे बढ़ चुके. ഇങ്ങനെ പോയാ നീ ഇനി മുന്നോട്ട് പഠിച്ചു. यह समझ लो कि तुम अपनी मेहनत से नहीं पास हुए, अंधे के हाथ बटेर लग गई. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ നിന്റെ സ്ട്രഗിൾ അല്ലെങ്കിൽ നിന്റെ എന്താ പറയാ പരിശ്രമത്തോണ്ടല്ല ഈ എക്സാം പാസ്സായത്. അത് നിനക്ക് ഈ അന്ധന്റെ കയ്യിലെ ഒരു ബട്ടേർ എന്ന് പറഞ്ഞ ഒരു ബേർഡ് ആണ്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ബേർഡ്. ആ ബേർഡ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡില് വരുന്ന ഒരു ബേർഡാണ്. അപ്പൊ ഒരു മുഹാവരയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ധേക്ക് ഹാത്ത് ബട്ടേർ ലഗ് ഗയ്. കണ്ണ് കാണാത്ത ആളുടെ കയ്യില് ഒരു കിളീനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ആ കിളീനെ കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു എന്താ പറയാ അർഹതയില്ലാത്ത ഒരാൾക്ക് സക്സസ് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് ഇവിടെ ഒരു മുഹാവരയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അന്ധേക്ക് ഹാത്ത് ബട്ടേർ ലഗ്. ഓക്കെ, അപ്പോ ബഡേ ഭായ് സാബ് കളിയാക്കി പറയാണ്, നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ അധ്വാനത്തോടാണ് നീ ഈ എക്സാം പാസ്സായത്. ശരിക്കും അങ്ങനെയല്ല, നിനക്കൊരു ലോട്ടറി അടിച്ചതാണ്. അല്ലെങ്കിൽ ഈ പറയാറുണ്ടല്ലോ, ഈ കണ്ണ് കാണാത്ത ആളുടെ കയ്യില് ബട്ടേർ വന്ന കയ്യില് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു അവസ്ഥയാണ് നിന്റെ ഇപ്പത്തെ അവസ്ഥ. മഗർ ബട്ടേർ കേവൽ ഏക് ബാർ ഹാത്ത് ലഗ് സക്തി ഹെ. അതും ബൈലക്കാണ് ആ ബട്ടേർ പറഞ്ഞ ആ ബേർഡ് കയ്യില് വരിക. എപ്പോഴൊന്നും അതേപോലെ തിരയുമ്പോ ബട്ടേറിനെ കിട്ടില്ല. ബാർ ബാർ നഹി ലഗ് സക്തി. कभी कभी गुल्ली डंडे में भी अंधा ചോട്ട് നിശാന പട് ജാത്താ ഹെ. ഇനി ഈ ചില സമയത്ത് കളിയിലും ഈ ഗുള്ളിഡണ്ടയാണല്ലോ ചോട്ടേ ഭായിന്റെ ഏറ്റവും ഒരു ഇഷ്ടമുള്ള കളി. അപ്പൊ ഈ ഗുള്ളിഡണ്ട കളിക്കുമ്പോഴും ചില സമയത്ത് അന്ധന്മാര് കളിക്കുകയാണെങ്കിൽ ബൈ ചാൻസ് ഒരു കറക്റ്റ് ഷോട്ട് വന്നു എന്ന് വരും. ഓക്കെ, അത് ഒരു ബൈ ചാൻസ് ഒരു ലക്കാണ്. ഇസ്സേ കോയി സഫൽ ഖിലാഡി നഹി ഹോ ജാത്ത. അതുകൊണ്ട് ഒരു സ്മാർട്ട് പ്ലെയർ എന്ന് ഒരിക്കലും നമ്മൾ അയാളെ വിളിക്കാൻ പറ്റില്ല. സഫൽ ഖിലാഡി വഹി ഹെ ജിസ്കാ കോയി നിശാന ഖാലി ന ജായ്. സക്സസ്ഫുൾ പ്ലെയർ എന്ന് പറയുന്നത് ആ പ്ലെയറിന്റെ ഒരു അറ്റംപ്റ്റ് പോലും വെറുതെ ആവില്ല. എല്ലാത്തിനെയും അത് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ആ പ്ലെയർ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് പാരഗ്രാഫിലും ഭായ് സാബിന്റെ വക അനിയനുള്ള ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ നേരിട്ട് എന്നെ കണ്ടു പഠിക്കേ എന്നുള്ള രീതിയിലല്ല, പലരുടെയും എക്സാമ്പിൾ കൊടുത്തിട്ട് നീ അഹങ്കരിക്കരുത്. എത്ര നിനക്ക് പവർ ഉണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും ഈ അഹങ്കാരം കാണിക്കാതെ നീ മുന്നോട്ട് പോണം എന്നാണ് നമ്മുടെ ബഡേ ഭായ് സാബ് ഛോട്ടെ ഭായിന്റെ അടുത്ത് ഉപദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. मेरे फेल होने पर मत जाओ, मेरे दर्जे में आओगे तो दांतों पसीना आ जाएगा. अब अलजबरा और ज्योमेट्री के लोहे के चने चबाने पड़ेंगे और इंग्लिस्तान का इतिहास पढ़ना पड़ेगा. बादशाहों के नाम याद रखना आसान नहीं. 8 हेनरी हो गुजरे हैं. कौन सा कांड किस हेनरी के समय पे हुआ, क्या यह याद कर लेना आसान समझते हो? हेनरी 7वें की जगह हेनरी 8वां लिखा और सब नंबर गायब. सफाचट सिफ्र भी ना मिलेगा. सिफ्र भी हाँ हो तो हो किस ख्याल में. दर्जनों तो जेम्स हुए हैं, दर्जनों विलियम
कौड़ियों चार्ल्स, दिमाग चक्कर खाने लगता है, आधी आंधी रोग हो जाता है। इन अभागों के नाम भी न जुड़ते थे। एक ही नाम के पीछे दोयम, सोयम, चहारुम, पंचुम लगाते चले गए। मुझसे पूछते तो 10 लाख नाम बता देता. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു പാരഗ്രാഫില് നമ്മുടെ ബഡേ ഭായ് സാബ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, ആ പഠിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ഇനി നീ ഇതൊക്കെ പഠിക്കുമ്പോൾ നീ എങ്ങനെയായിരിക്കും ഇതൊക്കെ പഠിക്കുന്നത്, അപ്പൊ നിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇതിന്റെ ഒരു ഹിന്റാണ് ബഡേ ഭായ് സാബ് അനിയന്റെ അടുത്ത്, അതായത് ഛോട്ടെ ഭായ് സാബിന്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഒരു കാര്യം മുന്നോട്ട് വ്യക്തമാക്കുകയാണ്. मेरे फेल होने पर मत जाओ. ഞാൻ തോറ്റുപോയി എന്നുള്ള കാര്യത്തിൽ നീ അധികം ശ്രദ്ധിക്കണ്ട. മേരെ ദർജെ മേ ആओगे, നീ എന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോ तो दांत पसीना आ जाएगा, दांतो पसीना आ जाएगा, അതായത് ഇതൊരു മുഹാവറയാണ്. അപ്പൊ നിനക്ക് നീ വേർക്കാൻ തുടങ്ങും. जब अलजबरा और ज्योमेट्री के लोहे को चबाना पड़ेगा. അതായത് നീ അൽജബ്രയും ജോമെട്രി പഠിക്കാൻ തുടങ്ങുമ്പോൾ അതേപോലെ തന്നെ ഇംഗ്ലീഷ്താൻ ക ഇതിഹാസ് പഠന പടേക, അതായത് ഈ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലണ്ട് ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങുമ്പോ ഒക്കെ നിനക്ക് വേർക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊരു മുഹാവറ, അതായത് നീ വളരെ കഷ്ടപ്പെടും, ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു മുഹാവറ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാന്തോ പസീന ആ ജായേഗ. ഓക്കെ, അപ്പം ബഡേ ഭായ് സാബ് പറയാണ്, നീ ഞാൻ തോറ്റുപോയെന്ന് വിചാരിച്ചിട്ട് നീ വലിയ കാര്യം കാണണ്ട, നീ അത് ശ്രദ്ധിക്കേണ്ട. നീ എന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോ നീ അൽജബ്രയും ജോമെട്രിയും ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോഴും ഹിസ്റ്ററിയിലെ ഇംഗ്ലണ്ട് ഹിസ്റ്ററിയും ഒക്കെ വായിക്കാൻ തുടങ്ങുമ്പോ നീ ശരിക്കും വേർക്കും. ഇനി ബാദ്ഷാഹോं के नाम याद रखना आसान नहीं. ഓക്കെ, ഈ കിങ് അവരുടെ ഒക്കെ പേര് ഓർത്ത് വെക്കാൻ എളുപ്പമല്ല. 8 ഹെൻറി ഹോ ഗുജറെ ഹെ, അതിന്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കിങ് ഹെൻറി എന്നുള്ള ഒരു പേരിൽ തന്നെ 8 ആൾക്കാര് ജനിച്ചു മരിച്ചു. ഓക്കെ, ഇവരൊക്കെ ഓർക്കാൻ, അവരുടെ കാര്യങ്ങളൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മുടെ ബഡേ ഭായ് സാബ് പറഞ്ഞു കൊടുക്കുന്നത്. कौन सा कांड किस हेनरी के समय पे हुआ, क्या यह याद कर लेना आसान समझते हो. അപ്പൊ ഓരോ ഇവന്റും, ഹിസ്റ്ററിയിലുള്ള ഓരോ ഇവന്റും ഓരോ വാറും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും ഏത് ഹെൻറിന്റെ കാലത്താണ്, ഹെൻറി 1, ഹെൻറി 2, അങ്ങനെ ഹെൻറി 8 വരെ ഉണ്ട്. അപ്പൊ ഏത് ഹെൻറിന്റെ കാലത്ത് ഏത് ഇവന്റാ നടന്നത്, അതൊക്കെ ഓർത്തു വെക്കാൻ എളുപ്പമുള്ള കാര്യമാണോ വിചാരിക്കുന്നത്. हेनरी 7वें की जगह हेनरी 8वां लिखा और सब नंबर गायब. ഇനി ബൈ ചാൻസ് അറിയാതെ ഹെൻറി 7 എന്ന് പറഞ്ഞ ആൻസർ എഴുതേണ്ട പകരം അവിടെ ഹെൻറി 8 എഴുതി പോയിട്ടുണ്ടെങ്കിൽ ഫുൾ നമ്പർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പോയി. അതായത് സബ് നമ്പർ ഗായബ്. സഫാച്ചട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. സിഫ്ർ ഭിന മിലേഗ, അതായത് അതിനുള്ള ഒരു എന്താ പറയാ, ഒരു കൺസെഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഓക്കെ അത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി അവിടെ ഉണ്ടാവില്ല. സിഫ്ർ ഭി हो किस ख्याल में, दर्जनों तो जेम्स हुए हैं, दर्जनों विलियम, കോടിയോ ചാൾസ്, ദിമാഗ് ചക്കർ ഖാനെ ലഗ്താ ഹെ. അപ്പൊ ഇവിടെ പറയുന്നത് പലരും ഒരേ പേരിൽ പല ആൾക്കാരും വന്നു പോയിക്കൊണ്ടിരുന്നു. അവര് ഹിസ്റ്ററിയിലെ അവർ ഓരോ ഇവന്റും അവർ നടത്തി, ആ പല ഇവന്റിലും പല ആൾക്കാരുടെയും പേരുണ്ട്. ഇത് ആലോചിച്ചെടുക്കുമ്പോ തന്നെ അതൊക്കെ ഓർത്ത് ലിങ്ക് ചെയ്ത് വെക്കാൻ തന്നെ നമുക്ക് തല കറങ്ങാൻ തുടങ്ങും. आंधी रोग हो जाता है, इन अभागों को नाम भी न जुड़ते थे. ऐसा ही नाम के पीछे दोयम, सोयम, चहारुम, पंचुम लगाते चले गए. मुझसे पूछते तो 10 लाख नाम बता देता. ഓക്കെ, അപ്പോ ഈ ഫുൾ കാര്യത്തില് ബഡേ ഭായ് സാബ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെ രീതിയിൽ പഠിക്കേണ്ടി വരും, ആ സമയത്ത് അനിയന് എന്തൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും, ആ കാര്യങ്ങളാണ് മുൻകൂട്ടി പറയുന്നത്. അപ്പൊ ഈ പറയണത് അനിയന് ഒന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാ. അതായത് നീ ഇങ്ങനെ പൊങ്ങണ്ട, നീ ഒരു എക്സാം പാസ്സായി എന്ന് വെച്ചിട്ട് നീ പൊങ്ങണ്ട, കുറച്ച്
താഴെ നിൽക്ക്, അധികം അഹങ്കരിക്കണ്ട. ഇതാണ് നമ്മുടെ ബഡേ ഭായ് സാബ് അൾട്ടിമേറ്റ്ലി അനിയന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. और ज्योमेट्री तो बस खुदा ही पना, आ ब ज की जगह आ ज ब लिख दिया और सारे नंबर कट गए. कोई इन निर्दयी मुमतहीनों से नहीं पूछता कि आखिर आ ब ज और आ ज ब में कोई फर्क है, और व्यर्थ की बात के लिए क्यों छात्रों का खून करते हो. दाल भात रोटी खाई या भात दाल रोटी खाई, इनमें इसमें क्या रखा है. मगर इन परीक्षकों को क्या परवाह, वह तो वही देखते हैं जो पुस्तक में लिखा है. चाहते हैं कि लड़के अक्षर अक्षर रट डालें, और इसी रट्टत का नाम शिक्षा रख छोड़ा है. और आखिर अब वे सिर्फ पैर की बातों के पढ़ने से फायदा. आखिर इन आखिर इन बेसिर पैर की बातों के പഠനേ से क्या फायदा. അപ്പൊ ഈ പാരഗ്രാഫില് ജോമെട്രീന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ട് പറയാണ്. ഇപ്പൊ ജോമെട്രിയിൽ നമ്മൾ ABC എന്ന് പറയില്ലേ, അതേ സീക്വൻസിൽ നമ്മൾ എഴുതി പോണം. അപ്പൊ അതിന്റെ പകരം ACB എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് തന്നെ മാറി. ഓക്കെ, അപ്പൊ ഇത് ഇതേപോലെ പഠിക്കണം എന്ന് എന്തുകൊണ്ടാണ് അവർ വാശി പിടിക്കണേ? ഇതൊക്കെ ഒരു അർത്ഥമില്ലാത്ത ഒരു കാര്യല്ലേ. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബഡേ ഭായ് സാബ് പറയാണ്. ഇപ്പൊ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ചോറ്, ചപ്പാത്തി പിന്നെ കൂട്ടാൻ കഴിച്ചു എന്ന് പറയുന്നത്, അതായത് കറി കഴിച്ചു എന്ന് പറയേണ്ട പകരം ചപ്പാത്തി കറി ചോറ് കഴിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും മാറ്റി പറയാം, സംഭവം ഒന്ന് തന്നെയല്ലേ. ഇതെന്താ ഈ എക്സാമിനേഴ്സിന്റെ തലയിൽ വരാത്തത്? അവരെന്താ ഈ കാര്യം മനസ്സിലാക്കാത്തത്? അവര് വിചാരിക്കുന്നത് ബുക്കിൽ എഴുതിയത് എന്തോ അത് അതേപോലെ തന്നെ റട്ടന എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യുക, അതേപോലെ ബൈഹാർട്ട് ചെയ്തിട്ട് അതേപോലെ എഴുതി വെക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഇപ്പത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്തായാലും എന്തിനാണ് ഈ ബേസിർ പാർ, അതായത് തലയും കാലും ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം? ബേസിർ പാർ കി ബാത്തോं के पढ़ने से क्या फायदा. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ ഇങ്ങനെയാണ് ഈ ബഡേ സാഹബ് ആ സാഹബിന്റെ ഒപ്പീനിയൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞ പ്രേംചന്ദ് ഇവിടെ നമ്മുടെ ഇപ്പത്തെ റട്ടത്ത് ശിക്ഷ, അതായത് നമ്മൾ പഠിച്ചത് ബുക്കിലുള്ളത് അതേപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണതിന്റെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയാണ് ഇവിടെ കളിയാക്കുന്നത്, അല്ലെങ്കിൽ വ്യംഗ്യ രൂപത്തില് വർണ്ണം ചെയ്യുന്നത്. അത് പറയുന്നത് ഇതേപോലെ ഒരു തലയും വാലില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണതിൽ എന്താണ് അർത്ഥമുള്ളത്? ഓക്കെ, അത് വളരെ ശരിയുമാണ്. ബിക്കോസ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതേപോലെ ഒരു ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. ചിലതൊക്കെ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം, അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാനും പറ്റണം. അപ്പൊ അത് ശരിക്കും ഒരു രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇവിടെ പ്രേംചന്ദ് നമ്മുടെ ഈ ഒരു ലെസണിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്.